السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ചിലരെക്കുറിച്ച് പറയുന്ന ഗുരുതരമായൊരു പരാതിയെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരലോകത്ത് പറയുന്നതാണ്. ആരാണ് പറയുന്നത്? ആരാണ് പരാതിക്കാരൻ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ്. എവിടെ വെച്ചാണ് പരാതി പറയുന്നത്? പരലോകത്ത് വെച്ചാണ്. എന്താണ് പരലോകം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നതുപോലെ, എന്തിന് ഖുർആനിലെ ആയത്തുകളിൽ വന്നതുപോലെ, ചെറിയ കുട്ടികൾ വരെ നരച്ചു പോകുന്ന ഭയാനകമായ ദിവസം, മനുഷ്യർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധ്യമായ വഴികളെല്ലാം ആഗ്രഹിക്കുന്ന സമയം. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുകയാണ്. ആരോടാണ് പരാതി? വഖാല റസൂലു യാ റബ്ബ്. അള്ളാഹുവിൻ്റെ റസൂൽ പരാതി പറയുന്നു, എൻ്റെ റബ്ബേ, അള്ളാഹുവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്ന വിഷയം എന്താണ്? പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ആരോടാണ് പറയുന്നത്? അള്ളാഹുവിനോടാണ്. വിഷയം എന്താണ്? ഖുർആനാണ്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഈ ജനത, അവരിൽ ചില ആളുകൾ ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, വിശുദ്ധ ഖുർആനിനെ അവർ ഹജർ ചെയ്ത് കളഞ്ഞു, അകറ്റിക്കളഞ്ഞു. അവർ അതിനെ അടുപ്പിക്കേണ്ടവരായിരുന്നു. അവർ അതിനോട് ബന്ധമുണ്ടാകേണ്ടവരായിരുന്നു. അവർ അഹ്ലുൽ ഖുർആനുകാരാകേണ്ടവരായിരുന്നു. അവർക്ക് അള്ളാഹു നൽകിയ ഇസ്സത്ത് ഈ ഗ്രന്ഥത്തിലായിരുന്നു. അവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ഗ്രന്ഥത്തിലൂടെയായിരുന്നു. അവരുടെ അഭിമാനമായിരുന്നു ഈ ഗ്രന്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അത്. പക്ഷെ അവർ ചെയ്തത് എന്താണ്? ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അവർ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞു, അകറ്റിക്കളഞ്ഞു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ അകറ്റിക്കളഞ്ഞു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്ന ആളുകൾ, ആ കൂട്ടരിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെട്ടു പോകാൻ പാടില്ല. വളരെ ഗുരുതരമായ കാര്യമാണത്. വിശുദ്ധ ഖുർആൻ, അതിനെ എങ്ങനെയാണ് ഒരാൾ അകറ്റുന്നത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ ആകെത്തുകയായി ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിനെ ഒരാൾ അകറ്റുന്നത് 10 രൂപത്തിലാണ്. 10 രൂപങ്ങളുണ്ട്, അതിലേതുമാകാം. ഈ 10 രൂപങ്ങൾ, ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ ഓരോരുത്തരും, മുസ്ലിമായ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഈ 10 കാര്യങ്ങൾ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഹജ്റുൽ ഖുർആൻ ബിഅദമിൽ ഈമാനി ബിഹി. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാതെ ഖുർആനിനെ അകറ്റി നിർത്തുക എന്നതാണ്. അത് ഒരു കാഫിറിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ്. ഒരാൾ ഖുർആനിൽ വിശ്വസിക്കാതിരുന്നാൽ, അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കാതിരുന്നാൽ, അതല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം അത് അള്ളാഹുവിൽ നിന്നല്ല എന്ന് അവൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല എന്ന് അവൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിലെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അക്ഷരം അള്ളാഹുവിൽ നിന്നല്ല എന്ന് അവൻ പറഞ്ഞാൽ, അവൻ കാഫിറാണ്. അവൻ ഖുർആനിനെ അങ്ങേയറ്റം അകറ്റിക്കളഞ്ഞവനാണ്. വിശുദ്ധ ഖുർആൻ, അതിൽ വിശ്വസിക്കുക എന്ന കാര്യം ഖുർആനിൻ്റെ ആരംഭത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യമാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം ഖുർആൻ ലാ റൈബ ഫീഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിൽ ലാ റൈബ ഫീഹി, അതിലൊരു സംശയമില്ല. നമ്മൾ പലതവണ ഓതാറുള്ള ആയത്താണിത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്. ഉലമാക്കൾ പറഞ്ഞു, അതിൽ സംശയമില്ല എന്നതുകൊണ്ട് 2 കാര്യങ്ങൾ ഉദ്ദേശിക്കാം. ഒന്ന്, ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന കാര്യത്തിൽ അത് നോക്കുന്ന ഒരാൾക്കും സംശയമുണ്ടാവുകയില്ല. അതിൽ സംശയത്തിന് യാതൊരു വകുപ്പുമില്ല. അത് നോക്കിയാൽ മനസ്സിലാകും.
അത് കുറച്ചു നേരം വായിച്ചാൽ മനസ്സിലാകും, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ആകാശഭൂമികളെ പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതിലുള്ള കാര്യങ്ങൾ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല, അതിൽ പറഞ്ഞതെല്ലാം ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ സഹോദര, ഖുർആനിൽ വിശ്വസിക്കുക എന്നതാണ് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ തുടക്കം. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു, അദ്ദേഹം ഖുർആൻ കേട്ടാൽ കരയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്, കലാമു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സംസാരമാണിത്. നമുക്ക് അദ്ദേഹത്തിന് ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന വ്യത്യാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ ഇമാമായി നിശ്ചയിച്ചപ്പോൾ അദ്ദേഹത്തെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം വളരെ നൈർമല്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ്. ഖുർആൻ ഓതിയാൽ അദ്ദേഹം കരയും, അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, ആ മാറ്റത്തിൻ്റെ കാരണം എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ചിന്തയാണ്. നീ വായിക്കുന്ന ഖുർആൻ ആര് സംസാരിച്ചതാണ്? അള്ളാഹു സംസാരിച്ചതാണ്. ആകാശഭൂമികളുടെ റബ്ബിൻ്റെ സംസാരമാണ്, മറ്റാരുടെയും സൃഷ്ടികളുടെ സംസാരമല്ല. ഒന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആനിലുള്ള ഈ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദി അൻസൽനാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ റസൂലിൽ വിശ്വസിക്കുക, നാം ഇറക്കിയ ഈ പ്രകാശത്തിൽ വിശ്വസിക്കുക. ഖുർആൻ പ്രകാശമാണ്, ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്ക് വഴി കാണിക്കുന്ന മാർഗദർശനമാണ്. അതിൽ നിങ്ങൾ വിശ്വസിക്കുക. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന കഫറു ഫതഅസൽ ലഹും വഅദല്ല അഅമാലഹും. കുഫാറുകൾ അവരുടെ കാര്യം എന്താണ്? ഫതഅസൽ ലഹും, അവർക്ക് നാശം. വഅദല്ല അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ വൃഥാവിലായിരിക്കുന്നു. ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. അള്ളാഹു അവതരിപ്പിച്ചതിനോട് അവർക്ക് വെറുപ്പുണ്ടായി, അതാണ് അവരെ കാഫറാക്കിയത്. ഖുർആനിൽ ഒരു ആയത്ത്, ഒരു കൽപ്പന, ഖുർആനിൽ യുദ്ധത്തിന് കൽപ്പനയുണ്ട്, പുരുഷന്മാരോടാണ് കൽപ്പനയുള്ളത്. എങ്ങനെയാണ് അള്ളാഹു കൽപ്പന പറഞ്ഞത്? കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും. അള്ളാഹു നിങ്ങൾക്കുമേൽ യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്കത് അനിഷ്ടകരമാണ്. വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കാം, പക്ഷേ അതിൽ നിങ്ങൾക്ക് നന്മയുണ്ടായേക്കാം. അള്ളാഹു അവതരിപ്പിച്ചതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഹിജാബ് അവതരിപ്പിച്ചു, അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം. അള്ളാഹു അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങൾ അവതരിപ്പിച്ചു. ആണിന് 2 ആണെങ്കിൽ സ്ത്രീക്ക് 1. അള്ളാഹുവിൻ്റെ നിയമമാണത്, എനിക്കതിനോട് അനിഷ്ടമുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണിത് എന്ന വിശ്വാസം നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഖുർആനിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഖുർആൻ മുഴുവൻ വിശ്വസിക്കുക എന്നത്. യഹൂദന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ചിലത് വിശ്വസിക്കുകയും ചിലത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുകയാണോ? ജൂതന്മാർ, അവർക്കിടയിൽ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജൂതന്മാരെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ജൂതന്മാരിൽപ്പെട്ട ആരെയെങ്കിലും ശത്രുക്കൾ തടവിലാക്കിയാൽ അവർ പോയി തങ്ങളുടെ ജൂതന്മാരിൽപ്പെട്ട ആളുകളെ മോചിപ്പിക്കാൻ ശ്രമിക്കും, മോചനദ്രവ്യം കൊടുത്ത്. അള്ളാഹു പറയണം, നിങ്ങൾ തന്നെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ അവരെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, ഒന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. ചിലത് നിങ്ങൾ സ്വീകരിക്കുന്നു, ചിലത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. അള്ളാഹുവിൻ്റെ കിതാബിൽ ചിലത് സ്വീകരിക്കുകയും ചിലത് സ്വീകരിക്കാതിരിക്കുകയുമാണ്. ഇപ്പം നോക്കൂ, ഇന്ന് സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിശ്ചയിച്ച പരിപാടികളിൽ ഒന്നിൽ പ്രസംഗിക്കുന്ന വലിയ മോട്ടിവേഷൻ പ്രസംഗം നടത്തുന്ന ഒരാളാണ്. എല്ലായിടത്തും സ്നേഹം എന്ന് തന്നെയാണ്, സ്ത്രീകൾക്ക് പറക്കണം. ഇത് പറഞ്ഞ് ഇയാൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസ്ഥ എന്താണ്? പരിപാടി അനന്തരാവകാശം തുല്യമാക്കണം, പുരുഷനും സ്ത്രീക്കും ഒന്നായിരിക്കണം. പള്ളിയിൽ ഖുത്ബ പറയുന്ന ആളുടെ അവസ്ഥയാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. അള്ളാഹുവിൻ്റെ കിതാബിൽ ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളിക്കളയുകയുമാണ് നിങ്ങൾ.
ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. അങ്ങനെ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ദുനിയാവിൽ അപമാനമുണ്ടാകുക എന്നതാണ്. വയൗമൽ ഖിയാമത്തി വറദ്ദൂന ഇല അശദ്ദിൽ അദാബ്. ഖിയാമത്ത് നാളിൽ ഏറ്റവും കടുത്ത ശിക്ഷയിലേക്കാണ് അവരെ അള്ളാഹു കൊണ്ടുപോവുക എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം ഖുർആനിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഈ വിശ്വാസത്തിൽ നിന്നാണ് ഖുർആൻ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം, ഇമാം അൽ ആജൂരി, നവവി ഇവരൊക്കെ ഖുർആൻ അതിൻ്റെ ഖുർആനുമായുള്ള അദബുകൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണും. ഖുർആൻ വായിക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ നീ ചിന്തിക്കുക, അള്ളാഹു നിന്നോട് സംസാരിക്കുകയാണ്, അള്ളാഹു ആണ് നിന്നോട് സംസാരിക്കുന്നത്. ദാലിക്കൽ കിതാബ്, അത് അള്ളാഹുവിൻ്റെ വാക്കാണ്. അള്ളാഹു പറയും ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, ലാ റൈബ ഫീ, അത് സംശയമില്ല. നോക്കൂ, അങ്ങനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ഓതുന്നവൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹു പറയുന്നു വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് താക്കീത് നൽകുകയാണ്. ചിന്തിക്കുക, ആകാശഭൂമികളുടെ റബ്ബ് പറയുന്നു വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്, അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. അള്ളാഹു പറയുന്നു വഅൻദർതുകും നാറൻ തലദ്ദാ ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, ഞാൻ നിങ്ങൾക്കിതാ കത്തിജ്വലിക്കുന്ന അഗ്നിയെക്കുറിച്ച് താക്കീത് നൽകുകയാണ്. അള്ളാഹുവാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ചിന്തിച്ചത് വായിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു ആയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവം എന്താണ്. ഈ വിശ്വാസം ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ തുടക്കമാണ്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹു സംസാരിച്ചതാണ്. ജിബ്രീൽ അത് കേൾക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, ഈമാൻ ഉണ്ടാവുക. ഈമാൻ ഉണ്ടാകാതിരുന്നാൽ അവൻ ഖുർആനിനെ അകറ്റി നിർത്തിയവനാണ്. രണ്ടാമത്തെ കാര്യം അൽ ഹജ്റു ഫി തഅദീമിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിനെ ആദരിക്കുന്ന കാര്യത്തിൽ അവഗണന ഉണ്ടാവുക, അതിൽ കുറവ് വരുത്തുക. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ ഹജ്ജിന് അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒട്ടകങ്ങൾ അതിൻ്റെ വിവരം വിവരിച്ചു കൊണ്ടിരിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഹജ്ജിന് അറക്കാൻ കൊണ്ടുപോകുന്ന ഒട്ടകമാണ്. അള്ളാഹു പറയുന്നത് അതിനെ നിങ്ങൾ ആദരിക്കണം. ആരെങ്കിലും അതിനെ നിങ്ങൾ പരിചരിക്കണം, ശ്രദ്ധിക്കണം. അത് അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന മൃഗമാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങൾ ആദരിക്കുന്നു എങ്കിൽ അത് അവൻ്റെ തഖ്വയുടെ അടയാളമാണ്. ഹജ്ജിന് അറക്കാൻ കൊണ്ടുപോകുന്ന ഒട്ടകത്തിൻ്റെ കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ മറ്റു കാര്യങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനോടുള്ള ആദരവ് എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് എന്തായിരിക്കണം? സഹാബത്തിനോട്, അഹ്ലുൽ ബൈത്തിനോട്, മസ്ജിദുകളോട്, കഅബയോട്, മദീനയോട്, മക്കയോട്, ബൈത്തുൽ മഖ്ദിസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനോടുള്ള ആദരവ് എന്തായിരിക്കണം? അപ്പോൾ ഖുർആനിനോട് ആദരവുണ്ടാകുക എന്നത് മുഅ്മിനിനുണ്ടാകേണ്ട സ്വഭാവമാണ്. ആ ആദരവിൽ കുറവ് വന്നാൽ അത് ഖുർആനിനെ ഹജർ ചെയ്യലാണ്, ഖുർആൻ അകറ്റി നിർത്തലാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വല ഇൻ സഅൽതഹും, മുനാഫിഖുകളിൽപ്പെട്ട ചില ആളുകൾ സഹാബികളെ പരിഹസിച്ചു. ചില ആളുകൾ അല്ലാഹു പറയും വല ഇൻ സഅൽതഹും, നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന, അവർ പറയും ഇന്നമാ കുന്ന നഖൂദു വ നൽഅബ്, ഞങ്ങൾ തമാശ പറയുകയായിരുന്നു, കളി പറയുകയായിരുന്നു. ഒരു സഹാബികളെ ചീത്ത പറഞ്ഞു, ഒരു സഹാബികളെ കളിയാക്കി. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. യുദ്ധത്തിനിടയിൽ, ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രക്കിടയിൽ ഒരു മുനാഫിഖായ ഒരാൾ ആളുകളുമായി കൂടിയിരിക്കുമ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ ഇവരെപ്പോലെ പേടിത്തൊണ്ടന്മാരായ തീറ്റക്കൊതിയന്മാരായ ആളുകൾ നമ്മൾ വേറെ കണ്ടിട്ടില്ല. സഹാബികളിൽപ്പെട്ട ചിലരെ കളിയാക്കി. അപ്പം അള്ളാഹു പറയാൻ അവരോട് നീ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ കളി പറയുകയായിരുന്നു. അള്ളാഹുവിൻ്റെ ചോദ്യം നോക്കൂ നിങ്ങൾ, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹസിഊൻ, പറയുക നബിയെ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ആയത്തുകളെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ കളി പറയുന്നത്? അവരെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ മുഅ്മിനീങ്ങളായിരുന്നു എന്നതിന് ശേഷം നിങ്ങൾ ഇതോടെ കാഫറായിരിക്കുന്നു. സഹാബികളെ കളിയാക്കിയതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് നിനക്ക് തമാശ പറയാനുള്ളതല്ല. ഈ കാലഘട്ടത്തിൽ ബാധിച്ച് ചിലപ്പോൾ പ്രസംഗിക്കുന്ന ആളുകളുടെ അരികിൽ വരെ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ് തമാശ പറയാൻ വേണ്ടി ആയത്തിനെ കൂട്ടുപിടിക്കാൻ.
ചിലപ്പോൾ ഒരു ആയത്ത് അതിൻ്റെ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് മലയാളത്തിലെ ഏതെങ്കിലും വാക്കിനോട് സാമ്യതയുള്ളതായിരിക്കും. അപ്പോൾ അത് വെച്ച് തമാശ പറയാം. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്, ഇത് തമാശ പറയാനുള്ളതല്ല. അഫമിൻ ഹാദൽ ഹദീസി തദ്ഹഖൂൻ, നിങ്ങൾ ഈ വർത്തമാനം കേൾക്കുമ്പോൾ ചിരിക്കുകയാണോ? ഇത് കേട്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? ഖുർആൻ കേട്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ല ഇത് കേട്ടിട്ട്? അള്ളാഹുവിൻ്റെ കലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കരയാൻ തോന്നുന്നില്ല? അള്ളാഹുവിൻ്റെ സംസാരം തമാശക്കുള്ളതല്ല. ചില ആളുകൾക്ക് ഖുർആനിലെ ആയത്തുകൾ തമാശക്ക് വേണ്ടി പറയുന്നത് കാണാൻ പാടില്ല. ഖുർആൻ തമാശക്കുള്ളതല്ല. അതല്ലെങ്കിൽ ഖുർആനിലെ ആശയങ്ങൾ തമാശക്ക് വേണ്ടി പറയുന്നത് കാണാം. ഇതും ആളുകളുടെ അരികിൽ സംഭവിക്കുന്ന തെറ്റായ കാര്യങ്ങളിലൊന്നാണ്. അതിൽ വ്യാപകമായി സംഭവിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഗീബത്തുമായി ബന്ധപ്പെട്ട കാര്യം. ആൾക്കാർ ഗീബത്ത് പറഞ്ഞാൽ നല്ല ഇറച്ചി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും. ഖുർആനിൽ അല്ലാഹു ഗീബത്തിനെ കുറിച്ച് താക്കീത് ചെയ്യാൻ പറഞ്ഞ വാക്കാണത്. എനിക്ക് തമാശ പറയാനുള്ള വാക്കല്ല, അത് ഒഴിവാക്കേണ്ട തമാശയാണ്. അള്ളാഹു നിന്നെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഗീബത്ത് പറയരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ്റെ ഇറച്ചി തിന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമോ? അവൻ മയ്യത്തായി കിടക്കുമ്പോൾ, മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മയ്യത്തിൽ നിന്ന് ഇറച്ചി തിന്നത് നിങ്ങൾക്ക് ഇഷ്ടം? തമാശയല്ല, അത് ഗൗരവമുള്ള കാര്യമാണ്. ഖുർആനിലെ ആശയങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട ഒരു വാക്കോ ഒരു കാര്യമോ തമാശക്കുള്ളതല്ല, ഗൗരവത്തിലുള്ളതാണ്. ഒരു കാര്യം, ഒരു ദിക്ർ തമാശയല്ല. ഒരു ദിക്റാണെങ്കിൽ തമാശയല്ല. ഒരു ദീനിൻ്റെ ഒരു വാക്കാണെങ്കിലും തമാശയല്ല. പരലോകത്ത് സംഭവിക്കുന്ന തമാശയല്ല. ഇത് തമാശയല്ല, ഇത് കാര്യമുള്ള കാര്യമാണ്. ദീൻ കാര്യമുള്ളതാണ്, ഗൗരവമുള്ളതാണ്. ഇന്ന് ഈ തമാശകൾ അധികരിച്ച് ആളുകൾ ശിർക്കിന് മറുപടി പറയുമ്പോൾ വരെ ആളുകൾ തമാശ പറയുന്നു, കോമഡി പറയുന്നു. ഇത് തമാശ പറയാനുള്ള കാര്യമല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്, പരലോകത്തിൻ്റെ കാര്യമാണ്. ഈ കാര്യം ശ്രദ്ധിക്കണം. ഖുർആൻ അതിന് തമാശക്കെടുക്കരുത്. ഖുർആൻ ആദരിക്കുന്നതിൽ വരുത്തുന്ന കുറവുകളിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ തമാശയിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഖുർആൻ മുസ്ഹഫ് അതിന് യോജിക്കാത്ത സ്ഥലങ്ങളിൽ വെക്കുകയോ യോജിക്കാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയോ ചെയ്യുക എന്നത്. അതായത് ബാത്റൂമിൽ കയറുമ്പോൾ കൊണ്ടുപോകാൻ, അതല്ലെങ്കിൽ പിന്നെ ഖുർആൻ വെക്കാൻ അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് അത് കൊണ്ടുപോയി വെക്കാൻ. കുറേ നിൻ്റെ പഠനത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ മേലുണ്ട്, അതിൻ്റെ താഴത്ത് പോയി ഖുർആൻ കൊണ്ടുപോയി വെക്കാൻ. ചിലർ പറഞ്ഞതുപോലെ ഖുർആൻ യഅലു വലാ യുഅല അലൈഹി, ഖുർആൻ എപ്പോഴും മുകളിലായിരിക്കണം, അതിന് മുകളിൽ ഒന്നും പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിനോടുള്ള ബഹുമാനത്തിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഒന്ന്, ഖുർആനിന് മുകളിൽ ഒരു സാധനം വെക്കരുത്. മൊബൈലോ അതല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളോ പേപ്പറുകളോ ഖുർആന് മുകളിൽ വെക്കരുത്, ഖുർആൻ ഏറ്റവും മുകളിലായിരിക്കണം. ഹലീമി അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ യുഹ്മലു അലൽ മുസ്ഹഫി കിതാബുൻ ആഖർ, മുസ്ഹഫിന് മുകളിൽ വേറെ കിതാബ് വെക്കാൻ പാടില്ല. വലാ സൗബുൻ വലാ ഷൈ, വസ്ത്രമോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഖുർആന് മുകളിൽ കയറ്റി വെക്കരുത്. ഇല്ല അൻ യകൂന മുസ്ഹഫാൻ, ഒരിടത്ത് രണ്ട് മുസ്ഹഫ് ഉണ്ടെങ്കിൽ ഒരു മുസ്ഹഫ് മറ്റൊന്നിന് മുകളിൽ വെക്കാം, അത് കുഴപ്പമില്ല. അതല്ലാതെ ഒരു മുസ്ഹഫിന് മുകളിൽ അതല്ലാത്തത്, അത് ഹദീസിൻ്റെ കിതാബാണെങ്കിൽ വെക്കാൻ പാടില്ല, ഹദീസിൻ്റെ കിതാബാണെങ്കിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളൊന്നാണ് മുസ്ഹഫ് ഇടത് കൈ കൊണ്ട് എടുക്കുക എന്നത്, അല്ലെങ്കിൽ മുസ്ഹഫ് ഇടത് കൈ കൊണ്ട് മറിക്കുക, ഇടത് കൈ കൊണ്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത് നമ്മൾ ബോധപൂർവ്വം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. വലത് കൈ കൊണ്ട് മുസ്ഹഫ് എടുക്കുക. ഷെയ്ഖ് ഹമാൻ അൽ ജാമി റഹിമഹുല്ലാഹ് അദ്ദേഹം ചിലപ്പോൾ സങ്കടത്തോടെ പറയുമായിരുന്നു എന്നാണ്, മതവിദ്യാർത്ഥികൾ വരെ വിശുദ്ധ ഖുർആൻ ഇടത് കൈ കൊണ്ട് എടുക്കുന്നതൊരു പ്രശ്നമായി കാണാതിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് ഷെയ്ഖ് ഹമാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഖുർആൻ ഇടത് കൈ കൊണ്ടല്ല എടുക്കേണ്ടത്, വലത് കൈ കൊണ്ടാണ്. എല്ലാ നല്ല കാര്യങ്ങളും വലത് കൈ കൊണ്ടാണ്. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതിൽ ഏറ്റവും നല്ല കാര്യമാണ്, ദുനിയാവിലെ ഏറ്റവും നല്ല കാര്യം. എന്തിനധികം ഖുർആൻ ഒരിക്കലും സൃഷ്ടി പോലുമല്ല, അത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അത് സൃഷ്ടികളോട് താരതമ്യം ചെയ്യപ്പെടാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ ഖുർആൻ അതിൻ്റെ ആദരവോടു കൂടിയാണ് എടുക്കേണ്ടത്. അതിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ ചില ആൾക്കാർ, പ്രത്യേകിച്ച് ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് ഖുർആൻ്റെ പേജ് ഒരു മര്യാദയില്ലാതെ മറിക്കുക എന്നുള്ളത്. ഇങ്ങനെ സ്പീഡിൽ മറിക്കുക, മറ്റു പുസ്തകങ്ങൾ മറിക്കുക, ഇങ്ങനെ തുറന്നിട്ട് കുറേ പേജ് ഇങ്ങനെ തുറന്നു വെക്കുക. ഇങ്ങനെയല്ല, ഖുർആൻ ആദരവോടുകൂടി അതവോടുകൂടി തുറക്കേണ്ട ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ മുസ്ഹഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ കാൽ നീട്ടി വെക്കുക എന്നത്, അല്ലെങ്കിൽ മുസ്ഹഫ് വെച്ചിട്ടുള്ള റുഫൂഫുകൾ ഷെൽഫുകൾ ഉണ്ടെങ്കിൽ അതിന് നേരെ കാൽ നീട്ടിയിരിക്കുക എന്ന് ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാഹ്
അദ്ദേഹം അത് ഖുർആനോടുള്ള അദബുകേടായി എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ അദബുകൾ വിവരിച്ച ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ഖുർആൻ ഓതുമ്പോൾ മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളത്. ഖുർആൻ ഓതുമ്പോൾ മൂക്ക് വൃത്തിയാക്കുക, മൂക്കിലുള്ളത് ഖുർആനിലേക്ക് വീണു പോകും. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒന്നല്ലെങ്കിൽ നീ ഖുർആൻ അടച്ചു വെക്കുക, മൂക്ക് വൃത്തിയാക്കുക, ഖുർആൻ ഓതുക. അല്ലെങ്കിൽ നിൻ്റെ മൂക്ക് വൃത്തിയാക്കുക, മാറ്റി പിടിക്കുക, മൂക്ക് വൃത്തിയാക്കുക, എന്നിട്ട് ഖുർആൻ ഓതുക. ഖുർആൻ ഓതിക്കൊണ്ട് മൂക്കിൽ കൈയിടുകയും മൂക്കിൽ നിന്ന് വൃത്തികേട് പുറത്തെടുക്കുകയും ചെയ്യുക എന്നത് ചെയ്യുന്നത് മുസ്ഹഫിൽ നിൻ്റെ വൃത്തികേട് വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദബുകളിലൊന്നാണ് ഖുർആൻ ഓതുന്നതിന് മുൻപ് പല്ല് തേക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ്, നിൻ്റെ പല്ല് വൃത്തിയാക്കണം. ഖുർആൻ ഓതുന്നതിന് മുൻപ് പല്ല് തേക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ സുന്നത്തുകളിൽപ്പെട്ടതാണ്. നോക്കൂ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം ഹദീസ് പറയുന്നതിന് വേണ്ടി മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ചെരുപ്പ് ധരിക്കുകയും സുഗന്ധം പുരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ് ഹദീസ് പറയാൻ വേണ്ടി വരുമ്പോൾ. അപ്പോൾ ഖുർആനുള്ള അദബ് എങ്ങനെയായിരിക്കണം, ഹദീസിൻ്റെ കാര്യം വരെ അദ്ദേഹം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ ആദരിക്കാൻ ശ്രദ്ധയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് പൊടി പിടിച്ച് കിടക്കുക, ഖുർആൻ അവഗണിക്കപ്പെട്ട രൂപത്തിൽ കിടക്കുക, ഇതൊക്കെ തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിൽ കുറവ് വരുത്തുക എന്നതാണ്. ഹജ്റു ഇസ്തിമാഉൽ ഖുർആൻ, ഖുർആൻ കേൾക്കുന്നതിൽ കുറവുണ്ടാവുക. ഈ കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളിലൊന്നാണ് ഖുർആൻ കേൾക്കാനുള്ളത്. എന്നിട്ട് ആളുകൾ വളരെ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഖുർആൻ കേൾക്കുക എന്നുള്ളത്. പണ്ട് കാലത്ത് ഖുർആൻ കേൾക്കണമെങ്കിൽ ഒരാൾ ഇരുന്ന് ഓതണം, അയാളെ വിളിച്ചിരുത്തി നമ്മളടുത്ത് പോയിരുന്ന് ഓത്ത് കേൾക്കണം. ഇന്ന് അൽഹംദുലില്ലാ നീ പറഞ്ഞാൽ, നീ ഒരു ബട്ടൺ അമർത്തിയാൽ ഖുർആൻ ഓതാൻ തുടങ്ങി, നീ ഒരു ബട്ടൺ അമർത്തിയാൽ എനിക്കത് നിർത്തിവെക്കാൻ. അത്രയധികം എളുപ്പമുണ്ട്, അത്രയധികം സൗകര്യം. ആൾക്കാർ വണ്ടി ഓടിക്കാൻ വെറുതെ ഇരിക്കാൻ ഒരു പണിയില്ല, നിനക്ക് വണ്ടി ഓടിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അതിന് ദിക്റുമില്ല, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കാൻ, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കേൾക്കാൻ. വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നത് അവഗണിക്കാൻ പാടില്ല. ചില ആൾക്കാർ ഞാൻ കുറേ ഓതാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ അവിടത്തേക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അവിടുന്ന് ജിബ്രീലിൽ നിന്ന് കേട്ട വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് ഒരിക്കൽ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദ്, എനിക്കൊന്ന് ഖുർആൻ ഓതി തരൂ. ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ. നബിയെ, ഞാൻ അങ്ങേക്ക് ഓതി തരികയോ? ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. ഞാനല്ലാത്ത മറ്റൊരാളത് ഓതി കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. കുട്ടികളെ ചെറിയ പ്രായത്തിൽ ഇതിൽ വളർത്തിക്കൊണ്ടിരിക്കുക, ഖുർആൻ ഇട്ട് കൊടുക്കുക, ഒരു ഹിഫ്ളാക്കുക, അവരറിയാതെ ഹിഫ്ളായിക്കോളും. അവർക്ക് ഖുർആനോട് ഇഷ്ടമുണ്ടാകും. ഖുർആൻ അവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ മ്യൂസിക്കും മറ്റു വൃത്തികേടുകൾ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കേൾക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ മിണ്ടാതിരിക്കുകയും, വിശുദ്ധ ഖുർആൻ ഫസ്മഉ എന്നല്ല പറഞ്ഞത്, ഫസ്തമിഉ എന്നാണ്. ഇസ്മഉ എന്നതും ഇസ്തമിഉ എന്നതും ചെറിയ വ്യത്യാസമുണ്ട്. ഇസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കാനാണ്, ഇസ്തമിഉ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കാനാണ്. ഫസ്തമിഉ ലഹു, വിശുദ്ധ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഉണ്ടാകേണ്ട കാര്യമാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിലാണ്, ജമാഅത്ത് നിസ്കാരങ്ങളിലാണ്. നമ്മൾ പലർക്കും ഇമാമിൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ ഏതാണ് അയാൾ ഓതിയത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയുന്ന ഭാഗത്തേക്കുള്ള ഓതിയത്, പക്ഷെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളോട് ഏത് ഭാഗത്താണ് ഓതിയത് എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉണ്ടാവില്ല, ഏതോ ഭാഗത്താണ്. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കണം. നിസ്കാരത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്, നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് ഈ ആയത്ത് ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന ആയത്ത് അവതരിച്ചത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷേ നിസ്കാരത്തിലെ പാരായണം കൂടുതൽ ശ്രദ്ധിക്കാൻ അർഹമാണ്. മറ്റു സമയത്തുള്ളതും ഇതിൽ ബാധകമാണ്. ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ നിന്നെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഓതുകയാണെങ്കിൽ അത് കേട്ടിരിക്കണം. അംർ ഇബ്നു മുറ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇഖ്റ അലൈ, ഖുർആൻ എനിക്ക് ഓതിത്തരും. അപ്പോൾ അദ്ദേഹം ഇബ്നു മസ്ഊദ് ചോദിച്ച അതേ ചോദ്യം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇത് അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്, ഞാൻ എന്തിനാണ് പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞു, എനിക്ക് മറ്റൊരാൾ ഇത് പാരായണം ചെയ്ത് കേൾക്കുന്നത് ഇഷ്ടമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം സൂറത്തു നിസാ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. അദ്ദേഹം പറയണം ഹത്താ ബലഗത്, അങ്ങനെ ഹത്താ ബലഗ്തു, ഞാൻ സൂറത്തു നിസായിലെ 41-ാമത്തെ ആയത്തെത്തി. فكيف إذا جئنا من كل أمة شهيدا فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. فكيف എങ്ങനെയുണ്ടായിരിക്കും നബിയെ, إذا جئنا من كل أمة بشهيد, എല്ലാ ഉമ്മത്തിൽ നിന്നും അവരുടെ സാക്ഷികളെ നാം കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടായിരിക്കും. وجئنا بك على هؤلاء شهيدا, അങ്ങയുടെ ഈ ഉമ്മത്ത് അവരുടെ കാര്യത്തിൽ സാക്ഷിയായി നബിയെ അങ്ങയെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടായിരിക്കും. ഈ ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അംസിക്, നിർത്താൻ പറഞ്ഞു. അംർ ഇബ്നു മുർറ അദ്ദേഹം പറയാൻ ഫഇദാ ഐനാഹു തസ്രിഫാൻ, ഞാൻ നോക്കിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഖുർആൻ കേൾക്കേണ്ടത്. അവിടുന്ന് ഖുർആൻ കേട്ടപ്പോൾ അവിടത്തേക്കുണ്ടായ വ്യത്യാസം ഇതാണ്. ഇങ്ങനെയാണ് ഖുർആൻ കേൾക്കേണ്ടത്. നമ്മൾ സംഗീതവും ഹറാമുകളും വൃത്തികേടുകളും കേട്ട് കേട്ട് ഹൃദയത്തിൻ്റെ മുകളിൽ അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വന്ന തിന്മകൾ അവരുടെ ഹൃദയത്തെ അങ്ങ് മൂടിക്കളഞ്ഞു, അതിന്മേൽ മറയിട്ട് കളഞ്ഞു. അത് ഖുർആൻ ഉള്ളിലേക്ക് കയറുന്നില്ല, അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. നിങ്ങൾ സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ മുനാഫിക്കുകളുടെ ഭാഗം വായിച്ചിട്ടില്ലേ? മുനാഫിക്കുകളുടെ ഉപമ, 2 ഉപമകൾ പറഞ്ഞു. അതിലൊരു ഉപമ എന്താണ്, ഒരു കൂട്ടം ആളുകൾ അവരൊരു വിജനമായ പ്രദേശത്തു കൂടെ നടന്നു പോവുകയാണ്. കൂട്ടാളുകൾ അള്ളാഹു പറയണം, ചെവി കാതടപ്പിക്കുന്ന ഇടിയുണ്ട്, മിന്നലുണ്ട്, കണ്ണ് കാഴ്ച നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള മിന്നലുണ്ട്, കരിച്ചു കളയുന്ന രൂപത്തിലുള്ള ഇടിത്തി വരുന്നുണ്ട് രാത്രിയിൽ പേടിച്ചു വിറച്ചുകൊണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആനിലെ ആയത്തുകളെയാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഈ രൂപത്തിലാണ്, മനുഷ്യൻ്റെ ഹൃദയത്തെ ഭയപ്പെടുത്താൻ, താക്കീതുകൾ കൊണ്ട് നിറക്കാൻ, അവനെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്താൻ. അള്ളാഹു ഖുർആൻ പറഞ്ഞില്ലേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. നാം എങ്ങാനും ഈ ഖുർആൻ ഒരു പർവ്വതത്തിന് മുകളിൽ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ അത് പൊട്ടിത്തകർന്ന് തരിപ്പണമായി പോകുന്നത് നീ കാണുമായിരുന്നു. ഖുർആനിൻ്റെ ശക്തി അതാണ്, ഖുർആൻ്റെ ശക്തി അതാണ്. പക്ഷേ നമ്മളിൽ പലരും ഖത്മകൾ കേൾക്കുന്നു, ഖത്മകൾ ഓതി തീർക്കുന്നു, കണ്ണിൽ നിന്നൊരു പൊടി കണ്ണുനീർ പോലും വരുന്നില്ല. ഹൃദയം കടുത്തതിൻ്റെ അടയാളമാണിത്. വിശുദ്ധ ഖുർആൻ കേൾക്കേണ്ടത് ഈ രൂപത്തിലാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ജിന്നുകളുടെ സംഭവമുണ്ട് അല്ലേ. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ റസൂലെ, ജിന്നുകളിൽപ്പെട്ടൊരു വിഭാഗം ആളുകളെ നിൻ്റെ അരികിലേക്ക് നാം തിരിച്ചുവിട്ടു. ജിന്നുകൾ, അവർക്കുണ്ടായ മാറ്റം നോക്കൂ നിങ്ങൾ. യസ്തമിഊനൽ ഖുർആൻ, അവർ ഖുർആൻ കേട്ടപ്പോൾ അവർക്ക് സംഭവിച്ച മാറ്റം എന്താണ് നോക്കൂ നിങ്ങൾ. ശരിക്കും ശ്രദ്ധിക്കുക. ഈ ആയത്ത് സൂറത്തുൽ അഹ്ഖാഫിലെ ആയത്താണ്. ഖുർആൻ കേട്ടാൽ ഉണ്ടാകേണ്ട മാറ്റം ആയത്തിലുണ്ട്. ഫലമ്മാ ഹദറൂഹു ഖാലു അൻസിതു, അവർ ഖുർആൻ കേൾക്കുന്ന ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊണ്ടിരിക്കുന്ന സദസ്സിലെത്തിയപ്പോൾ അവർ പറഞ്ഞു അൻസിതു, മിണ്ടാതിരിക്കണം. ഖുർആൻ ഫലമ്മാ ഖുദി, അവർ ആ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടു. വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, കേട്ട ഉടനെ അവർക്ക് മനസ്സിലായി കാര്യം ഗൗരവമുള്ളതാണ്. വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവരവരുടെ ജനതയിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് താക്കീത് നൽകി. അവർ പറഞ്ഞു ഖാലു യാ ഖൗമനാ ഇന്നാ സമിഅ്നാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, മൂസാക്ക് ശേഷം ഒരു നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഞങ്ങളിതാ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജനങ്ങളെ, യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആ മനുഷ്യനെ നിങ്ങൾ വിശ്വസിക്കണം. അവർ ഉടനെ പോവാണ്. അവർക്ക് വേഗം മനസ്സിലായി അതിൻ്റെ ഗൗരവം എന്താണ്. ഖുർആൻ കേട്ട ഉടനെ അതവർ ഉൾക്കൊണ്ടു, തങ്ങളുടെ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നു അവരോട് പറയാൻ വിശ്വസിക്കണം, ഗൗരവമുള്ള കാര്യമാണ് ഈ നടക്കുന്നത്. നമ്മളിത് എത്ര കാലമായി കേൾക്കുന്നു, നമ്മളിത് എത്രമാത്രമാണ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. മുസ്ലിമീങ്ങൾ ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആന് വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ അതിനർഹമായ രൂപത്തിൽ അവരത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിന് ജനങ്ങൾ ഇസ്ലാമിനെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. മുസ്ലിമീങ്ങൾ കുറവ് വരുത്തി എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഖുർആൻ
കേൾക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിൽ വരുത്തുന്ന കുറവ് പല രൂപത്തിലാണ്. അതിൽ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ബാധിച്ച ഏറ്റവും വലിയ കുറവുകളിലൊന്നാണ് മ്യൂസിക് കേൾക്കാനുള്ളത്. മ്യൂസിക് ഒരാളുടെ ഹൃദയത്തിലുണ്ടോ, അതവൻ്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ എങ്കിൽ ഖുർആൻ അവനിൽ സ്വാധീനം ചെലുത്തുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മനോഹരമായ വാക്കുകളുണ്ട്. ശൈത്താനിൻ്റെ ഈ സംഗീതം നിങ്ങൾ കണ്ടിട്ടില്ലേ? മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരെ, അതിൽ മുങ്ങിപ്പോയ ആൾക്കാർ കണ്ണടച്ച് കേൾക്കുന്നു, അവരുടെ കാലിളകുന്നു, കൈയിളകുന്നു. മ്യൂസിക് അതിനനുസരിച്ച് അവൻ്റെ മുഖത്ത് ഭാവങ്ങൾ വ്യത്യാസപ്പെടുന്നു, അവന് സന്തോഷിക്കുന്നു, കരയുന്നു, ഓർമ്മകൾ, അവൻ്റെ ഹൃദയത്തിലെ ഓർമ്മകൾ. സംഗീതം ആളുകളെ ബാധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? ഷെയ്ത്താനിൻ്റെ ഈ ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞ ഖുർആനു ഷെയ്ത്താൻ എന്ന മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞു. പിശാചിൻ്റെ ഖുർആനാണ്. അത് ഒരാളുടെ ഹൃദയത്തിൽ പിടിമുറുക്കി കഴിഞ്ഞാൽ ഖുർആൻ പിന്നെ അവൻ്റെ ഹൃദയത്തെ സ്വാധീനം ചെലുത്തുക എന്നത് പ്രയാസകരമാണ്. രണ്ടിലൊന്നിനാണ് ഹൃദയത്തിൽ സ്ഥലമുള്ളത്. രണ്ടും വിപരീത ദിശയിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഖുർആൻ വേണോ, മ്യൂസിക് ഒഴിവാക്കി. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഇബ്നു ഹസ്ം. അദ്ദേഹത്തിന് മ്യൂസിക് അനുവദനീയമാണെന്ന് അഭിപ്രായം. ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം മ്യൂസിക് അനുവദനീയമാണ് എന്ന് വാദിച്ചിരുന്ന ആളാണ്. അങ്ങനെ അതിനുവേണ്ടി പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൗബ ചെയ്ത് അതിൽ നിന്ന് മാറാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത്, മ്യൂസിക് ഒഴിവാക്കിയതിന് ശേഷം ഖുർആൻ എന്നിൽ ചെലുത്തിയ സ്വാധീനവും അതിന് മുൻപുള്ള സ്വാധീനം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് ഒരാൾക്കും ഇത് അനുവദനീയമാണ് എന്നതിനു വേണ്ടി തർക്കിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. മ്യൂസിക് ഒരാൾ കേൾക്കുന്നുണ്ടോ, അവന് ഖുർആൻ ചെലുത്തുന്ന സ്വാധീനം കുറവായിരിക്കും. ഒന്നല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഖുർആൻ കേൾക്കുക എന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ശബ്ദമുണ്ടാക്കുക എന്നത് ഖുർആനോടുള്ള അദബുകേടുകളിൽ പെട്ടതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ഹജ്റു തഅല്ലുമിൽ ഖുർആൻ വ തഅലീമിഹി. ഖുർആൻ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും കുറവ് വരുത്തുക എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുന്നതിൽ കുറവ് വരുത്തുക, ഖുർആൻ പഠിപ്പിക്കുന്നതിൽ കുറവ് വരുത്തുക. പ്രത്യേകിച്ച് മദീനയിലുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ അതിനു മാത്രം സൗകര്യങ്ങളുണ്ട്. പല ആളുകളും വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നു. അധികം സമയം വേണ്ടതില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചാൽ മിക്കവാറും നിങ്ങളുടെ തൊട്ടടുത്തുള്ള മസ്ജിദുകളിലൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ പഠിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെ? രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഖുർആൻ ഓതാൻ പഠിക്കുക, വൃത്തിയിൽ ഓതാൻ പഠിക്കുക. ഖുർആൻ വൃത്തിയിൽ ഓതാൻ കഴിയുക എന്നത് ഖുർആൻ അതിൻ്റെ അർത്ഥം ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ കവാടങ്ങളിലൊന്നാണ്. ഇത് മനോഹരമായിട്ട് ഓതാൻ പറ്റുക എന്നുള്ളത്, തപ്പിത്തടവില്ലാതെ വൃത്തിയിൽ ഓതാൻ സാധിക്കുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഖുർആൻ ഓതാൻ പഠിക്കുക. സങ്കടകരമായ കാര്യം, വളരെ ഖേദമുണ്ടാക്കുന്ന കാര്യം, പലപ്പോഴും ദർസിൽ ആൾക്കാരെ കൊണ്ട് ഖുർആൻ ഓദിപ്പിക്കാൻ നമുക്ക് പേടിയാണ്. കാരണം എന്താ? ആൾക്കാർ ഖുർആൻ ഓതി തെറ്റിയ പിന്നെ ദർസിനേ വരില്ല, കാരണം ഇനി നാണം കെടണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വർഷങ്ങളായി ആൾക്കാർക്ക് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ വലിയ തെറ്റുകളാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ സൈഡിലിരുന്ന് കേട്ടാൽ വലിയ തെറ്റുകൾ, സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ വലിയ തെറ്റ് സംഭവിക്കുക. ഇത്ര വർഷമായി ഇത് ഓതുന്നു നമ്മൾ. ഖുർആൻ ഓതുന്നതിൽ തെറ്റ് വരുത്തരുത്. ഒരു തവണയെങ്കിലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഉസ്താദിന് മുൻപിലിരുന്ന് ഓതി കേൾപ്പിക്കുക. ഒരു തവണയെങ്കിലും. കുറച്ച് സമയം നിങ്ങൾ ഹിഫ്ളാക്കുന്നതിന് മുൻപ് ആദ്യം ഖുർആൻ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതി ശരിയാക്കും, എങ്ങനെ അത് ഓതേണ്ടത് എന്നത്. ഇതിൽ കുറവ് വരുത്താൻ പാടില്ല. അത് ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കിതാബാണ്. ഇതിലൊരാൾ കുറവ് വരുത്തിയിട്ട് ഞാൻ സലഫിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ പറയുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്, എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ സഹോദര, ഒന്നാമത്തെ കാര്യം ഖുർആൻ പഠിക്കുക. ഇത്രയും വർഷങ്ങളായിട്ടും നീ ഖുർആൻ ഓതുന്നത് ശരിയല്ലെങ്കിൽ നീ ചെയ്യുന്നത് വലിയ അപരാധമാണ്. തീർത്തിയേ തീരും. ആൾക്കാർ എനിക്ക് ജോലിയുണ്ട്, ആ തിരക്കുണ്ട്, ഈ തിരക്കുണ്ട്, ഈ ഒരു ന്യായം അള്ളാഹുവിൻ്റെ അടുത്ത് നടപ്പിലാവുകയില്ല. ഒരു അരമണിക്കൂർ സമയമല്ലേ ആവശ്യമുള്ളൂ. തൊട്ടടുത്ത് മസ്ജിദിൽ, ഇവിടെ ആകട്ടെ അൽഹംദുലില്ലാ ധാരാളം മസ്ജിദുകളുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെ ധാരാളം മസ്ജിദുകളുണ്ടായിരിക്കും. ഏതെങ്കിലും മസ്ജിദിൽ പോവുക, ഇമാമിനോട് സംസാരിക്കുക, ഞാനൊന്ന് ഖുർആൻ വെച്ചാൽ എൻ്റെ ഖുർആൻ ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ സാധിക്കാവുന്ന കാര്യമാണ്.
ഖുർആൻ ശരിയാക്കണം. ഖുർആൻ ഓതുന്നതിൽ തെറ്റുവരുത്തരുത്. ഖുർആൻ ഒരിക്കലും അറബി വായിച്ചതുകൊണ്ട് വായിക്കാൻ ഹറക്കത്തിട്ട് അറബി വായിക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രം ഖുർആൻ ഓതാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടല്ല പണ്ഡിതന്മാർ പഴയ കാലത്തുള്ള ഉലമാക്കൾ പറഞ്ഞതായിക്കണം, ഖുർആൻ ഒരിക്കലും വായിച്ചു പഠിച്ചവനിൽ നിന്ന് പഠിക്കരുത്, ഉസ്താദിൽ നിന്ന് പഠിച്ചവനിൽ നിന്ന് പഠിക്കാൻ പാടുള്ളൂ. അത് വായിച്ചു പഠിച്ചവൻ്റെ പ്രശ്നം, ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ എഴുത്തൊന്നാണ് വായന വരെ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഖുർആനിൽ പലയിടത്തും ഉണ്ട്. എഴുത്തൊരു രൂപത്തിലായിരിക്കും, പക്ഷേ വായിക്കേണ്ടത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സ്ഥലത്ത് സ്വലാത്ത് എന്ന് എഴുതുന്നത് സാധാരണ അറബിയിൽ എഴുതുന്ന പോലെയല്ല. ചില സ്ഥലത്ത് ജക്കാത്ത് എന്ന് എഴുതുന്നത് അറബിയിൽ എഴുതുന്ന പോലെയല്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ജക്കവാത്ത് എന്ന് വായിക്കേണ്ടതാണെന്ന് തോന്നും, പക്ഷേ ജക്കാത്താണ്. അപ്പം ഇത് ശരിയാക്കണം, തെറ്റി വായിക്കരുത്. അതുപോലെ തന്നെ ചില അക്ഷരങ്ങൾ കൂട്ടി ഓതുമ്പോൾ ചേർന്ന് അക്ഷരങ്ങൾ ഇങ്ങനെ വരി കിടക്കുകയാണ്. അപ്പോൾ അത് ചിലത് ആളുകൾക്ക് ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഉദാഹരണത്തിന് സൂറത്തുൽ ബയ്യനയിലെ ആയത്തുകൾ നോക്കിയാൽ മനസ്സിലാകും, വാക്കുകൾ സൂറത്തുൽ ബലദിലെ ആയത്തുകൾ നോക്കിയാൽ മനസ്സിലാകും, അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് കിടക്കുകയാണ്. ഫക്കു റഖബ, അതല്ലെങ്കിൽ യതീമൻ ദാ മഖറബ വമിസ്കീനൻ ദാ മത്രബ. നോക്കൂ, ഇത് ദാ മർത്തബ എന്നോ മറ്റോ തിരിച്ചു ഓതിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സംഭവിക്കാവുന്ന അബദ്ധമാണിത്. അക്ഷരം അവിടെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അവന് വായിച്ചത് വേറെ ആയിരിക്കും. ഇത് പതിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഖുർആൻ ഒന്ന് ഒരാളടുത്തിരുന്ന് ഓതി തീർക്കാൻ, ഒന്ന് അതാണ്. രണ്ട്, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുക. ഖുർആൻ അത് ഓതാൻ പഠിക്കുക. രണ്ടാമത്തേത് അതിൻ്റെ ആശയം മനസ്സിലാക്കുക. അർത്ഥം പഠിക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത് ആശയം മനസ്സിലാക്കുക. കാരണം ഖുർആനിൻ്റെ അർത്ഥത്തെക്കാൾ ആശയമാണ് ഗൗരവപ്പെട്ടത്. വാക്കർത്ഥം പഠിച്ചതുകൊണ്ട്, കാരണം അതിൻ്റെ ആശയം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് ഇതിൻ്റെ അർത്ഥം, അള്ളാഹു ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്, അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്, ഞാൻ ഈ ആയത്ത് കേട്ടാൽ എന്തു ചെയ്യണം, അതാണ് ഖുർആൻ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം. നമ്മുടെ സഹാബികൾ ചിലർ പറഞ്ഞതായി കാണാം, ലാ യകുൻ ഹമ്മുക ആഖിറ സൂറ, നിൻ്റെ ചിന്ത ഖുർആൻ ഓതുമ്പോൾ സൂറത്തിൻ്റെ അവസാനം എപ്പോൾ എത്തുമെന്നതാകാൻ പാടില്ല. എത്ര ആൾക്കാർ ഓതുമ്പോൾ അങ്ങനെ തുടങ്ങിയ നമ്മൾ പലപ്പോഴും ഖുർആൻ തുടങ്ങി വെച്ചാൽ ഈ സൂറത്ത് എപ്പോഴാണ് തീരാ, എത്ര പേജുണ്ട് ഇനി എത്ര പേജ് ബാക്കിയുണ്ട്, അവൻ തീർത്ത് കിട്ടണം. നിൻ്റെ ഉദ്ദേശം ഒരിക്കലും സൂറത്തിൻ്റെ അവസാനം എപ്പോൾ എത്തുമെന്നതാകരുത്. നിൻ്റെ ഉദ്ദേശം ഇതിൽ നിന്ന് നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെന്നതായിരിക്കണം. അതിൻ്റെ പ്രയോജനം വേണം ഖുർആൻ ഓതിയതുകൊണ്ട്. നിന്നോട് അള്ളാഹു പറയാണ്, എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. സഹാബികളെ കുറിച്ച് പറഞ്ഞില്ല, അവരാകെ 10 ആയത്തെ പഠിക്കാറുണ്ടായിരുന്നത്. കാരണം യതഅല്ലമൂനൽ ഇൽമ വൽ അമല മഅൻ, അവർ ഇൽമും അമലും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. 10 ആയത്ത് പഠിക്കും, അതിലെന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ പ്രവർത്തിക്കാൻ, അത് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അവരിൽ ഒരാൾ സൂറത്തുൽ ബഖറ പഠിച്ചു കഴിഞ്ഞാൽ സഹാബികൾ അവരെ വലിയ പണ്ഡിതനായി കണക്കാക്കാറുണ്ടായിരുന്നു എന്നാണ്. അയാളുടെ സ്ഥാനം വർദ്ധിക്കും. കാരണം അവർ സൂറത്തുൽ ബഖറ ഒരാൾ പഠിച്ചാൽ അത് മാത്രം വിജ്ഞാനം അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കുക. ചിലപ്പോഴെങ്കിലും പരിഭാഷകൾ അതുകൊണ്ടുണ്ടാകുന്ന കുറവുകളിലൊന്ന് ഈ ആശയം ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ഒരു ആൾദൈവത്തിൻ്റെ സദസ്സിൽ പോയി, പക്ഷേ ആൾദൈവത്തെ താവൂത്തായ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾപ്പെട്ട ഒരുത്തൻ്റെ സദസ്സിൽ പോയി അയാളുടെ ജന്മദിനത്തിന് പോയിട്ട് ഒരാൾ ഓതാൻ ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മതവുമായി ഇസ്ലാമിനെ കൂട്ടിക്കുഴക്കരുത് എന്നതിനു വേണ്ടി അവതരിപ്പിച്ച ആയത്ത് ഓതുന്നത് എവിടെ പോയിട്ടാണ്? നിങ്ങൾ തീർത്തോ, നമ്മൾ നമുക്ക് നിങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നം. ഇങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ലക്കും കുഫ്റുക്കും വലി ദീനൽ ഇസ്ലാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുഫറുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടേക്കോ, എനിക്കതിൻ്റെ ആവശ്യമില്ല. വലി ദീനൽ ഇസ്ലാം, എനിക്ക് എൻ്റെ ദീനായ ഇസ്ലാം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവരുടെ കുഫറിനെ, അവരുടെ ബഹുദൈവാരാധനയെ ഇകഴ്ത്തുന്ന വാക്കാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് വേണ്ടതില്ല. നമ്മൾ ഉദാഹരണത്തിന് 2 ആൾക്കാർ തമ്മിൽ ഒരു കാര്യത്തിൽ തർക്കിച്ചു നീരിക്കുക, നീ എടുത്തതിൻ്റെ ഈ സാധനം, എനിക്ക് വേണ്ടതിൻ്റെ ഈ സാധനം, എനിക്ക് എൻ്റെ വീട്ടിൽ, അങ്ങനെ പറയില്ല നമ്മൾ. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങൾ അതേറ്റ് പോയിക്കോ, ഞാൻ അതേറ്റ് പോയി, നമുക്ക് തമ്മിൽ അങ്ങനെയല്ല. ആ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് തന്നെ എന്തിനു വേണ്ടിയാണ്? മുശ്രിക്കുകൾ വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നമ്മളൊരു കൊല്ലം
നീ പറയുന്നത് അനുസരിക്കുക, ഒരു കൊല്ലം നമ്മൾ പറയുന്നത് അനുസരിക്കുക എന്ന് പറഞ്ഞതിന് മറുപടി ആയിക്കൊണ്ട് അവതരിച്ച സൂറത്താണ് എവിടെ പോയി ഓതുന്നത്? അത് താഗൂത്തിന് ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആശംസ പറയുമ്പോൾ ഓതി കൊടുക്കുന്നത്. ഇത് അർത്ഥം മാത്രം മനസ്സിലാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. കാരണം ഒരു വാക്ക് നമുക്ക് അർത്ഥം ഉദ്ദേശം അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം. ഒരൊറ്റ വാക്കിന് തന്നെ പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഖുർആനിനെ അവഗണിക്കുന്നതിൽപ്പെട്ടതാണ് ഖുർആൻ ഓതുന്നത്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഖുർആൻ ഓതുന്നത് തെറ്റിച്ച് ഓതരുത്. അത് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് കിട്ടിയ അവസരമാണത്. മസ്ജിദ് നബിയിൽ ഹൽക്കകളുണ്ട്, മസ്ജിദുകൾ ഹൽക്ക്, വീട്ടിന് തൊട്ടടുത്ത് മസ്ജിദ് പോയാൽ ഹൽക്ക ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ഖുർആൻ ഒന്ന് കേൾപ്പിച്ച് നോക്കുക. അവനവൻ്റെ ഖുർആൻ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, തിരുത്താം. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് ഏതെല്ലാം നമ്മളെ പരിചയമില്ല, അവിടെ നമ്മൾ നാണം കെടുന്നുള്ള പേടി ഏതെല്ലാം നമുക്ക് ആവശ്യമില്ല, അത് പാടില്ല, അത് വേറെ വിഷയം. പക്ഷേ ഇനി അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും അതില്ലാത്ത സ്ഥലമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്നതിൽ വരുത്തുന്ന അവഗണനയിൽപ്പെട്ടതാണ് ഖുർആൻ അവഗണിച്ചുകൊണ്ട് മറ്റു വിജ്ഞാനം പഠിക്കുക എന്നുള്ളത്. ഇത് ഖുർആൻ ഹജർ ചെയ്യുന്നതിൽപ്പെട്ടതാണ്, ഖുർആൻ അവഗണിക്കുന്നതിൽപ്പെട്ടതാണ്. വേറെ എല്ലാം അറിയാം, പക്ഷേ ഖുർആൻ അറിയില്ല. വേറെ എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഖുർആൻ ഓതാൻ അറിയില്ല. ഇന്ന് നമ്മുടെ പല കുട്ടികളുടെ അവസ്ഥ ഇതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനധികം ഉലമാക്കൾ ഖുർആൻ പഠിക്കുന്നത് അവഗണിച്ചുകൊണ്ട് ഹദീസ് പഠിക്കുന്നതോ ഫിഖ് പഠിക്കുന്നതോ വരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, എതിർത്തിട്ടുണ്ട്. അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് മിസ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തിൽ മിസ്റിലായിരുന്നു. അദ്ദേഹം അവിടെയുള്ളവരോട് പറഞ്ഞതായി കാണാം, ശഗലകുമുൽ ഫിഖ്ഹു അനിൽ ഖുർആൻ, ഫിഖ് പഠിക്കുന്നത് നിങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നു. പഠിക്കുന്നത് ഫിഖാണ്, പക്ഷെ ഖുർആൻ അവഗണിച്ചുകൊണ്ട് ഫിഖ് പഠിച്ചത് അദ്ദേഹം അവർക്ക് ഒരു ആക്ഷേപമായി അദ്ദേഹം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഓതാൻ പഠിക്കുക. ഞാൻ പറയുന്നു, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ സുഹൃത്തുക്കൾ ഒരാൾ പോലും, സഹോദരങ്ങൾ ഒരാൾ പോലും, സഹോദരന്മാർ ഒരാൾ പോലും ഖുർആൻ വൃത്തിയിൽ ഓതാൻ പഠിക്കാത്തവരായി ഇന്ന് മുതൽ ഒരു 2-3 മാസത്തിനപ്പുറം ഉണ്ടാവാൻ പാടില്ല. നിർബന്ധമായും ഖുർആൻ ഓതാൻ പഠിച്ചിരിക്കണം, വൃത്തിയിൽ ഓതാൻ പഠിച്ചിരിക്കണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ആകെ ഇത് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് ഖൈറാണ്. 5-ാമത്തെ കാര്യം, ഖുർആൻ പാരായണത്തിൽ വരുത്തുന്ന കുറവാണ്. ഖുർആൻ ഓതുന്ന കുറവുണ്ടാവുക. നിങ്ങൾ പലപ്പോഴായി കേട്ട ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസനഹ്. ഒരാൾ ഖുർആനിൽ നിന്നൊരു ഹർഫ് ഓതിയാൽ അവന് അത് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ 10 ഇരട്ടിയായാണ് അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലമായി രേഖപ്പെടുത്തുക. ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയില്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാൻ, ലാം ഒരു ഹർഫാൻ, മീം ഒരു ഹർഫാൻ. ഈ ഹദീസ് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കാറുണ്ട്. ഖുർആനിലെ ഓരോ ഹർഫുകൾ എന്ന് നമ്മൾ പൊതുവെ അറബി ഭാഷയിൽ പറയുന്ന ഹർഫ് എന്ന അർത്ഥത്തിലല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് വാക്കുകൾ എന്ന അർത്ഥത്തിലാണ്. അലിഫ് ലാം മീം അത് 3 ഹർഫുകളാണ്. ദാലിക്കൽ കിതാബ്, ദാലിക ഒരു ഹർഫാൻ, കിതാബ് ഒരു ഹർഫാൻ. അതല്ലാതെ ദാലിക ദാലൊന്ന് ലാമൊന്ന് കാഫൊന്ന് അങ്ങനെയല്ല. അത് ആളുകൾ വരുത്തി, എന്നിട്ട് ആളുകൾ ചെറിയ എണ്ണിയിട്ട് പറയുന്നത് കാണാം. അത് ശരിയല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹർഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കലിമത്തുകളാണ്, വാക്കുകളാണ്. അലിഫ് ലാം മീം എന്നത് ഒറ്റ വാക്കല്ല, അലിഫുൻ അത് ഒരു വാക്കാണ്. ലാമു അലിഫ് ലാം മീം 3 വാക്കുകളാണ്. നബി റഹിമഹുല്ലാഹ് എത്ര ഖുർആൻ ഓതണം? ഒരാൾ എത്ര ഖുർആൻ ഓതണം? ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. ഒരു ദിവസം ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. കിടക്കുന്നതിന് മുൻപ് ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാകരുത്. ഖുർആൻ നിർബന്ധമായി ഓതിരിക്കണം. ഇത് നമ്മൾ സ്വയം നിശ്ചയിക്കേണ്ട, സ്വന്തത്തിനോട് നിശ്ചയിക്കേണ്ട ബാധ്യതകളൊന്നും. ഖുർആൻ കുറച്ച് നേരം ഓതിരിക്കണം. ശരി, ഒരാൾ എത്ര ഓതണം? നബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതയക്കണം. സലഫുകൾ അവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഖുർആൻ ഓതുന്ന അതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അവർ പല തട്ടുകാരായിരുന്നു. ചില ആളുകൾ 2 മാസത്തിലൊരിക്കൽ ഖുർആൻ ഖത്മ് തീർക്കും. 2 മാസത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് എത്ര ഉണ്ടാവും? 1/2 ജുസ് ഉണ്ടാവും. 1/2 ജുസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ മുസ്ഹഫിൽ എത്ര ഉണ്ടാവും? 10 പേജ് ഉണ്ടാവും. എത്രയോ 10 പേജ് ഓതാൻ ഒരാൾക്ക് നല്ല പതുക്കെടുത്ത് ഓതിയാൽ തന്നെ ഒരു 10-20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ അത് തീരും. നല്ല സമയം എടുത്ത് ഓതിയാൽ, നല്ല വേഗതയിൽ ഓതാണെങ്കിൽ 20 മിനിറ്റ് 30 മിനിറ്റുള്ള ഒരു ജുസ് ഒരാൾക്ക് ഓതി തീർക്കും.
അപ്പോൾ അര ജുസ് ഓതിയാൽ ഒരു 2 മാസം കൊണ്ട് ഖത്മായി. വേറെ ചില ആളുകൾ അവർ ഓരോ മാസവും ഖത്മ തീർക്കും, അപ്പോൾ ഓരോ ദിവസവും ഒരു ജുസ്. വേറെ ചില ആളുകൾ അവർ ഓരോ 10 ദിവസവും ഖത്മ തീർക്കും. വേറെ ചിലർ 8 ദിവസങ്ങൾ, വേറെ ചിലർ 7 ദിവസങ്ങൾ, വേറെ ചിലർ 6, അതല്ലെങ്കിൽ അതിൽ താഴെ പോയി ഏറ്റവും അവസാനം 3 ദിവസം വരെ. 3 ദിവസം വരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കുറഞ്ഞ സമയമായി എണ്ണിയത്. എന്നാൽ ഒരാൾക്ക് റമദാൻ പോലെ പുണ്യങ്ങൾ വാരിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ ഒരാൾക്ക് കൂടുതൽ ഓതാൻ സാധിക്കുമെങ്കിൽ അയാൾക്ക് ഓതാം. ഖുർആനിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ. ഒരു ദിവസം മുഴുവൻ ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം ഇരുന്നാൽ ഖുർആൻ ഖത്മ തീർക്കാവുന്നതാണ്. ഒരു ദിവസം ഒന്നാകെ ഒരാൾ ഇരുന്ന് കുറച്ച് സമയം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, ഇതാണ് ഒരു ജുസിനെടുക്കുന്ന സമയം. അപ്പോൾ 30 ജുസ് ഓതാൻ എത്ര സമയം വേണ്ടി വരും? അത്ര സമയം എടുത്താൽ ഒരാൾക്ക് ഖുർആൻ ഓതി തീർക്കാം. സ്പീഡിലും കൂടി ഓതാണെങ്കിൽ പെട്ടെന്ന് തീരും. ശരി, അപ്പോൾ നിങ്ങൾ എത്ര ഓതണം? നമ്മൾ ഓരോ വ്യക്തികൾ എത്ര ഓതണം? നവവി അദ്ദേഹം പറഞ്ഞു റഹിമഹുല്ലാഹ്, ഇത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസപ്പെടും. ഖുർആൻ ഓതിയാൽ അർത്ഥമറിയാൻ സാധിക്കുന്ന, അതിൻ്റെ തഫ്സീറിനെ കുറിച്ച് ബോധ്യമുള്ള, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ഒക്കെ ഓതുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പതുക്കെ ഓതുക എന്നതാണ് അവർക്ക് നല്ലത്. ഖുർആൻ കൊണ്ട് അവർക്ക് ഫായത ഉണ്ട്, പ്രയോജനമുണ്ട്. ഓരോ ഓത്തിലും അവർ ഓരോന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരായത്തിന് മുൻപിൽ വേണമെങ്കിൽ നിങ്ങൾ ഒരു മാസം ഇരുന്നോളൂ. ഒരു മാസം ഒരായത്തിന് മുൻപിൽ തഫ്സീറൊക്കെ നിങ്ങൾ നോക്കി, ആ വിഷയത്തിൽ എഴുതപ്പെട്ട കിതാബുകൾ കിട്ടാവുന്നൊക്കെ പരിധി വായിച്ചു. എന്നിട്ട് നിങ്ങൾ ഖുർആൻ ഓതി വീണ്ടും ആ ആയത്ത് നിങ്ങളുടെ മുന്നിലെത്തിയാൽ ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത പാഠം ആ ആയത്തിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂറത്ത് യൂസുഫിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞേക്കണം, അതിൽ 1000-ലധികം പാഠങ്ങളുണ്ട് എന്നാണ്. ഞാൻ അതിൽ കിതാബ് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1000-ലധികം പാഠം, ചെറിയ ചെറിയ പാഠങ്ങളല്ല. ഖുർആൻ ഓരോ ആയത്തിലും ഒരാൾക്ക് ഖുർആൻ ചിന്തിച്ചുകൊണ്ട് ഓതാൻ കഴിയുമെങ്കിൽ അയാൾ പതുക്കെ ഓതാം. അയാൾ അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യുക ഖുർആനിലൂടെ. എന്നൊരാൾക്ക് അതിന് സാധിക്കുന്നൊരു വ്യക്തിയല്ല എന്ന് വിചാരിക്കും. എങ്കിലും അയാൾ പരമാവധി ഓതുക. കാരണം നന്മകൾ ഒന്നല്ലെങ്കിൽ ക്വാളിറ്റിയിൽ അധികരിപ്പിക്കുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ അധികരിപ്പിക്കുക. ഒന്നല്ലെങ്കിൽ എണ്ണത്തിൽ അല്ലെങ്കിൽ വണ്ണത്തിൽ. വണ്ണത്തിൽ അധികരിപ്പിക്കാൻ പറ്റുന്നവനാരാണ്? അത് വൃത്തിയിൽ ഓതാൻ പറ്റുന്നവനാണ്. അത് ചിന്തിച്ച് ഓതാൻ പറ്റുന്ന അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ആയത്ത്, പിന്നെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതുപോലെ ഖിറാഅത്തു ആയത്തിൻ ബിതദബ്ബുർ വതഫഹുമിൻ ഖൈറു മിൻ ഖിറാഅത്തി ഖത്മ. ഒരു ഖുർആൻ ഒന്നാകെ ചിന്തിക്കാതെ ആലോചിക്കാതെ ഓതി തീർക്കുന്നതിനേക്കാൾ ഖൈർ ഒരു ആയത്ത് നന്നായി ചിന്തിച്ച് ആലോചിച്ച് ഓതുന്നതാണ്. അപ്പോൾ അയാളുടെ കാര്യത്തിൽ വണ്ണമാണ് അയാൾക്ക് ഉപകരിക്കാൻ. വണ്ണം ഉപകരിപ്പിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, പഠിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾ. എങ്കിൽ അവർ എണ്ണം അധികരിപ്പിക്കാൻ ഖുർആൻ ധാരാളമായിട്ട് ഓതുക. ഈ രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ക്രമീകരിക്കേണ്ടത്. ഇന്ന് ഇത് കേട്ടു, ഇനി എല്ലാ ദിവസവും ഞാൻ എന്തു വന്നാലും 5 ജുസ് ഓതി തീർക്കും എന്ന പ്ലാനിൽ നിങ്ങൾ തുടങ്ങരുത്. പല ആളുകൾക്കും സംഭവിക്കാറുള്ള അബദ്ധം ഇതാണ്. ആദ്യത്തെ ആവേശത്തിൽ അവന് സാധിക്കാത്ത എണ്ണം ആദ്യം തന്നെ ഏറ്റുവെക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവസാനിക്കും. നിനക്ക് സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞതാണെങ്കിലും അത് നീ ആദ്യം ശീലമാക്കുക. അത് ശീലമാക്കിയാൽ പിന്നെ കുറച്ചുകൂടി കൂട്ടുക, പിന്നെ നിനക്കിത് എളുപ്പമാവും. ഖുർആൻ ധാരാളം. ഉദാഹരണത്തിന് 50 ജുസ് മിക്ക ആൾക്കാർക്ക് അറിയുന്നത്. 50 ജുസിൻ്റെ അവിടെ എത്തിയാൽ നിങ്ങളെങ്ങനെ ഓതൽ? ഇത് പ്രയാസമുണ്ടോ? എത്ര എളുപ്പത്തിലാണ് ഓതി തീർക്കുന്നത്. പക്ഷേ എന്നാൽ അങ്ങനെ അധികമായിട്ടൊന്നും ഓതാത്ത സൂറത്തുൽ ജാസിയയുടെ ഭാഗത്തോ അല്ലെങ്കിൽ സുഖ്റൂഫോ അങ്ങനെ ഏതെങ്കിലും ഭാഗം ചില ആൾക്കാർ ഓതാത്ത ഭാഗങ്ങൾ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോഴോ സമയമെടുക്കും ഓതി തീർക്കാൻ. ഖുർആൻ ഓതി ശീലമാവുന്നതിനനുസരിച്ച് ഇത് എളുപ്പമാകും. അപ്പോൾ കുറേശ്ശെ തുടങ്ങുക, എന്നിട്ട് ഇത് അധികരിപ്പിക്കുക, പതുക്കെ പതുക്കെ അധികരിപ്പിക്കാം. ഈ കാര്യം ശ്രദ്ധിക്കണം. 6ാമത്തെ കാര്യം ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ള് വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് മാത്രം മതി അതിനോട് ഒരാൾക്ക് താല്പര്യമുണ്ടാകാൻ. ഖുർആൻ ഹിഫ്ളാക്കണമെന്ന ആഗ്രഹം ഏതാണ്ട് മുസ്ലിങ്ങൾക്ക് ഒരാൾക്ക് പോലും ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ല. എല്ലാവർക്കും ഇത് ആഗ്രഹമുള്ള കാര്യമാണ്, ഖുർആൻ ഹിഫ്ളാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖാലു ലി സാഹിബിൽ ഖുർആനി ഇഖ്റ വറത്തിൽ. ഖുർആൻ ഓതുന്നവനോട്, ഖുർആൻ പഠിച്ചവനോട് അന്ത്യനാളിൽ പറയപ്പെടും, ഇഖ്റ വറത്തിൽ, നീ ഖുർആൻ ഓതിക്കൊള്ളുക. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ നീ എങ്ങനെയാണോ മനോഹരമായി ഇത് ഓതിയിരുന്നത് അതുപോലെ ഓതിക്കൊണ്ടിരിക്കുക.
فإن منزلك عند آخر آية تقرأها. നീ അവസാനം എവിടെയാണോ ഓതി നിർത്തുന്നത്, എനിക്ക് എത്ര ഹിഫ്ളുണ്ട്, നീ അവസാനം ഓതി നിർത്തുന്ന ആയത്ത് എവിടെയാണോ അവിടെയാണ് സ്വർഗത്തിലെ നിൻ്റെ സ്ഥാനം. ഒരാളെ എങ്ങനെയാണോ ഭംഗിയിൽ ഓതിയിരുന്നത് അത്രയും അങ്ങനെ പതുക്കെ ഓതി, ആ പതുക്കെ ഓതുന്നതിനനുസരിച്ച് അവന് കയറിപ്പോയി സ്വർഗത്തിലെ ഉന്നതമായ പദവി എത്തിപ്പിടിക്കാൻ എന്ത് ചെയ്യേണ്ടുള്ളൂ? ഹിഫ്ളാക്കിയാൽ മതി. ഖുർആൻ നന്നായി ഹിഫ്ളാക്കുക. ശരി, എങ്ങനെ ഹിഫ്ളാക്കും? ഹിഫ്ള് എന്നത് ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവാണ്. ചിലർക്ക് പെട്ടെന്ന് ഹിഫ്ളാവും, വേറെ ചിലർക്ക് സമയമെടുക്കും. ഞാൻ നിങ്ങൾക്ക് ഹിഫ്ളാക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴി പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഇത് വളരെ എളുപ്പമുള്ള വഴിയാണ് ഹിഫ്ളാക്കാൻ. നിങ്ങൾക്ക് ആദ്യം എത്ര ഹിഫ്ളാക്കാൻ പറ്റും എന്നത് ഒരു തീരുമാനം എടുക്കുക. ചില ആൾക്കാർക്ക് 2 വരി, ചിലർക്ക് 3 വരി. മാക്സിമം പോയാൽ തുടങ്ങി വെക്കുന്ന ഒരാൾ പകുതി പേജിലപ്പുറത്തേക്ക് തുടങ്ങി വെക്കരുത്. ഇനി അവന് സാധിക്കുമെങ്കിൽ പോലും പകുതി പേജിൽ കൂട്ടരുത്. പകുതി പേജ് നിങ്ങൾ ഹിഫ്ളാക്കി. ആ ഹിഫ്ളാക്കിയത് ഏത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും പറയാൻ സാധിക്കുന്ന രൂപത്തിൽ മനഃപ്പാഠമാകുന്നത് വരെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇത് തന്നെ ഓതിക്കൊണ്ടിരിക്കുക. നിസ്കാരത്തിലെ ഖുർആൻ പാരായണം ഹിഫ്ള് ശക്തി നൽകുന്ന കാര്യങ്ങളിലൊന്ന്. സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഇതന്നെ ഓതുക. 2 ആയത്തെ പഠിച്ചിട്ടുള്ളൂ, എന്നാൽ 2 ആയത്ത് തന്നെ ഓതുക. എല്ലാ റക്അത്തിലും അത് തന്നെ ഓതുക. 4 ആയത്ത് പഠിച്ചു, 2 റക്അത്ത്, 1-ാമത്തെ റക്അത്തിൽ 2-ാമത്തെ. അത് ശീലമായി കിട്ടുന്നത് വരെ ഇത് തന്നെ ഓതിക്കൊണ്ടിരിക്കുക. അത് നിനക്ക് ഉറപ്പായി. ഇനി ഇതെൻ്റെ അടുത്ത് നിന്ന് ഇൻഷാ അള്ളാഹ് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാം. അടുത്തത് പഠിച്ചാൽ ഒരിക്കലും മുന്നേ വിട്ടത് പിന്നെ നിർത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? ഇനി നിസ്കാരത്തിൽ മുന്നേ പഠിച്ചത് ആദ്യത്തെ റക്അത്തിൽ, പുതിയത് പഠിച്ച 2-ാമത്തെ റക്അത്തിൽ. നീ രാത്രി നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ ഹിഫ്ളാക്കിയ ഒരു ജുസ് ആണെങ്കിൽ ഒരു ജുസ് നീ ഹിഫ്ളാക്കിയാൽ ഓരോ ജുസും ഒരു നിസ്കാരത്തിൽ ഓതി തീർത്താൽ 8 ദിവസം കൊണ്ട് നീ പഠിച്ചത് നിനക്ക് നിസ്കാരത്തിൽ മുറാജ നടത്താം. രാത്രി നിസ്കാരമാണ്. പരമാവധി മുസ്ഹഫ് കയ്യിലില്ലാതെ സ്വന്തം ഹിഫ്ളിനെ തന്നെ അവലംബിച്ചുകൊണ്ട് നിസ്കരിക്കാം. തീരെ ധൈര്യമില്ലെങ്കിൽ ചെറിയ മുസ്ഹഫ് കയ്യിൽ വെക്കുക. ഓത് കിട്ടാവുന്ന സ്ഥലത്ത്, ഏതെങ്കിലും സ്ഥലത്ത് എനിക്ക് സംശയം ഉണ്ടായാലും മുസ്ഹഫ് എടുത്ത് തുറന്ന് നോക്കാം. നിസ്കാരത്തിൽ ഓതിക്കൊണ്ടേയിരിക്കുക. നമ്മൾ പലർക്കും ഹിഫ്ള്, പല ആളുകൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് എങ്ങനെ ഹിഫ്ളാണ്? എവിടെ നിന്ന് ചോദിച്ചാൽ അത് കിട്ടും. ഫാത്തിഹ എങ്ങനെ ഹിഫ്ളാണ്? അല്ലെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിൽ സ്ഥിരമായിട്ട് ഓതുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ വിചാരിക്കാം. എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ട് ഇത് കിട്ടുന്നത്? ഇത് ഇത്ര അധികം തവണ നിങ്ങൾ ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹിഫ്ളാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഈ ആവർത്തനമാണ്. കുറച്ചാണെങ്കിലും ഹിഫ്ളാക്കാം. ഒരു വർഷം, ഒരു ആയത്ത് വെച്ച് ഒരു വർഷം പഠിച്ചാൽ സൂറത്തുൽ ബഖറ വർഷം കഴിയുമ്പോഴത്തേക്ക് ഹിഫ്ളായിട്ടുണ്ട്. ആകെ 280 ആയത്താണ് സൂറത്തുൽ ബഖറയിലുള്ളത്. 285 ആയത്ത്. അതിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു ആയത്തുദ്ദൈനില്ലേ? ആയത്തുദ്ദൈനുള്ളത് പോലെ തന്നെ അതിൽ വളരെ ചെറിയ ആയത്തുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പഠിച്ച ആയത്തല്ലേ? പഠിച്ച ആയത്താണ്. അതിൽ തീരെ ചെറിയ ആയത്തുണ്ട്. അപ്പോൾ ഒരു വർഷം പരിശ്രമിച്ചാൽ സൂറത്തുൽ ബഖറ ഹിഫ്ളാക്കി. സൂറത്തുൽ ബഖറ ഹിഫ്ളാക്കിയാലുള്ള കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂറത്തുൽ ബഖറയെക്കുറിച്ച്, ലാ തസ്തതീഉഹൽ ബതല. ബതലത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു സാഹിറന്മാരാണ്, വേറെ ചിലർ പറഞ്ഞു സാഹിറന്മാരും അതുപോലെ തന്നെ ഹൃദയത്തിൽ അനാവശ്യങ്ങളുള്ളവന് സൂറത്തുൽ ബഖറ ഹിഫ്ളാക്കാൻ സാധ്യമല്ല, അതവന് പഠിച്ചെടുക്കാൻ പറ്റില്ല. സൂറത്തുൽ ബഖറ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നിഅമത്തുകളിലൊന്നാണ്. സൂറത്തുൽ ബഖറ ഹിഫ്ളാക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂറത്തുൽ ബഖറ പറ്റില്ല, അമ്മ ജുസ് ഹിഫ്ളാക്കുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്? അതാദ്യം ഹിഫ്ളാക്കുക. നിസ്കാരത്തിൽ അത് ഓതിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര ആൾക്കാർ അമ്മ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എത്ര ആളുകൾ നിസ്കാരത്തിൽ ഒരു തവണയെങ്കിലും അമ്മ ഓതിയിട്ടുണ്ട് സ്വയം ഇരുന്നിട്ട്? അമ്മ പഠിച്ച പല ആൾക്കാരും അമ്മ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എത്ര ആൾക്കാർ നിസ്കാരത്തിൽ ഒരിക്കലെങ്കിലും സൂറത്ത് നബ ഓതിയിട്ടുണ്ട്, സൂറത്ത് നാസിആത്ത് ഒരിക്കലും ഓതിയിട്ടുണ്ട്, സൂറത്ത് അബസ ഓതിയിട്ടുണ്ട്? ഒക്കെ നമുക്ക് അറിയുന്ന സൂറത്തുകളായിരിക്കുള്ളൂ. അതൊക്കെ ഇനി പോട്ടെ, സബ്ബിഹിസ്മ ഓതിയ ആൾക്കാർ എത്ര പേരുണ്ട് നിസ്കാരത്തിൽ? അതൊക്കെ നമ്മൾ പഠിച്ച സൂറത്തുകളാണ്. പക്ഷേ നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്തായ നിസ്കാരത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഓതാറുണ്ടോ? ഇത് ഓതിയാൽ ഹിഫ്ളാക്കാൻ വളരെ എളുപ്പമാണ്. നിസ്കാരത്തിൽ ഓതുക എന്നുള്ളതാണ് ഖുർആൻ ഹിഫ്ളാക്കാൻ ഏറ്റവും നല്ല വഴികളുള്ളത്. ഹിഫ്ളാക്കിയുള്ള ഉപകാരം എന്താണ്? ഹിഫ്ളിൻ്റെ ഉപകാരം നിനക്ക് ഖുർആൻ ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ്. എപ്പോൾ നോക്കിയാലും ഖുർആൻ നിൻ്റെ കയ്യിലുണ്ട്. വണ്ടി ഓടിക്കാൻ എനിക്കിരുന്ന് ഓതണം തോന്നി, നിനക്ക് ഓതുക, ഖുർആൻ ഓതുക. നടന്നു പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചെയ്യാറുണ്ടായിരുന്ന പോലെ അവിടുന്ന് ഒട്ടകത്തിന് മുകളിൽ ഖുർആൻ ഓതും. അതിൻ്റെ സുഖം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ കലാം എവിടെയും നോക്കേണ്ടതില്ല.
നീ എങ്ങനെ സുഖിച്ചോതുക, അത് ആസ്വദിക്കാൻ നിനക്ക് സാധിക്കുക. എപ്പോഴും നോക്കില്ല, നിനക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ നിനക്ക് തോന്നുക. ഹിഫ്ളിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ് അത്. രണ്ടാമത്തെ രാത്രി നിസ്കാരത്തിൻ്റെ കാര്യമാണ്. രാത്രി നിസ്കാരത്തിൽ ഖുർആൻ അങ്ങനെ ഓതാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം ഖുർആൻ ഹിഫ്ളാക്കാൻ ആഗ്രഹം ജനിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം എത്ര റാത്തിബ നിസ്കാരമുണ്ട് എന്നാലോചിച്ച് നോക്കൂ. സുന്നത്ത നിസ്കാരങ്ങൾ 10 അല്ലെങ്കിൽ 12 റക്അത്തിൽ ഒരു ദിവസം ഹിഫ്ളാക്കിയ ഭാഗം 12 തവണ ഓതി ഒരാൾ. വണ്ടി എടുത്തിട്ട് ഓഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒന്ന് ഓതി 14ആയി. വിത്തറും മറ്റും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ 17 എത്രയോ തവണയായി. ചില ആളുകൾ പറഞ്ഞ പോലെ ഒരാൾ 250 തവണയാണ് എൻ്റെ ഓർമ്മ, 200 250 തവണ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശ കണക്കാണ്, അല്ല 250 തന്നെ ആവണമെന്നല്ല എൻ്റെ അർത്ഥം. പിന്നെ അത് അവൻ്റെ തലയിൽ നിന്ന് മറക്കാൻ വളരെ പ്രയാസമാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ ഹിഫ്ളാക്കുന്നതിന് നിനക്ക് പുണ്യം, ഖുർആൻ ഓതുന്നതിന് നിനക്ക് പുണ്യം, ഹിഫ്ളാക്കി കഴിഞ്ഞാൽ പരലോകത്ത് നിനക്ക് സ്വർഗത്തിൽ മുകളിലേക്ക് പോകാൻ എളുപ്പം. എന്തെല്ലാം നേട്ടങ്ങൾ ഹിഫ്ള് കൊണ്ടുണ്ട്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിഫ്ളാക്കിയത് മറക്കാൻ പാടില്ല. അപ്പോൾ കുറച്ചാണ് ഹിഫ്ളാക്കുന്നതിൽ മറക്കരുത്. ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞതായി കാണാം, ദീന് പഠിക്കാൻ ഇറങ്ങിയവനും യുദ്ധത്തിലേക്ക് ഇറങ്ങിയവനും ഒരുപോലെയാണ്. രണ്ടുപേർക്കും പിന്തിരിഞ്ഞോടാൻ പറ്റില്ല. പിന്തിരിഞ്ഞോടിയാൽ അവൻ ചെയ്യുന്നത് വൻ തിന്മകളിൽ ഒന്നാണ്. പഠിക്കാൻ ഇറങ്ങിയോ തീരുമാനിച്ചിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ഇതിലിറങ്ങിയാൽ കുറച്ചു നേരം പോയിട്ട് അഞ്ഞി ബാക്കി പോട്ടെ എന്നിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഇത് തന്നെ ഉണ്ടായിരിക്കണം. മരിക്കുന്നവരെ നിൻ്റെ പരിപാടി ഇതാണ്. ഖുർആൻ ഹിഫ്ളാക്കിയവൻ്റെ ഹദീസാണ് അദ്ദേഹം അതിന് തെളിവാക്കിയത്. പക്ഷേ ഖുർആൻ ഹിഫ്ളാക്കുന്നത് സുന്നത്താണ്, പക്ഷേ ഹിഫ്ളാക്കിൽ മറക്കുന്നതോ ഹറാമാണ്. മറക്കാതിരിക്കാനുള്ള വാജിബാണ്. ഇത് ഞാൻ ഒരിക്കലും പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഹിഫ്ള് അത് വിചാരിച്ചിട്ട് അത് ഹിഫ്ളാക്കാതിരിക്കണ്ട, സാധിക്കുന്ന ഹിഫ്ളാക്കി കുറച്ചാണെങ്കിൽ. 7ാമത്തെ കാര്യം, ഖുർആൻ തദബ്ബുർ ചെയ്യുന്നതിൽ ഹജ്റു തദബ്ബുറിൽ ഖുർആനെക്കുറിച്ച് അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. തദബ്ബുറുൽ ഖുർആൻ ചിന്തിക്കുക എന്നുള്ളത്, അതിന് വേണ്ട മിനിമം കാര്യം അറബി അറിയുക എന്നുള്ളതാണ്. അറബിയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട തഫ്സീറുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളും അറിയുക എന്നത് ഖുർആൻ ഉറ്റാലോചിക്കാൻ അനിവാര്യമാണ്. ഖുർആൻ അതിനു വേണ്ടിയാണ് അള്ളാഹു അവതരിപ്പിച്ചത്, അല്ലേ? അള്ളാഹു ഖുർആൻ പറഞ്ഞതുപോലെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകു ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഖുർആൻ നാം അവതരിപ്പിച്ചത് എൻ്റെ ആയത്തുകളെക്കുറിച്ച് നന്നായി ചിന്തിക്കാനാണ്. ഹസൻ അൽ ബസ്രി അദ്ദേഹം പറഞ്ഞതുപോലെ, ഖുർആൻ അള്ളാഹു ഇറക്കിയത് ചിന്തിക്കാൻ വേണ്ടിയാണ്, അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ജനങ്ങൾ അതിൻ്റെ പാരായണമാണ് ഒരു പണിയായിട്ട് ഏറ്റെടുത്തത്. അള്ളാഹു യഥാർത്ഥത്തിൽ അത് ഇറക്കിയത് ചിന്തിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഖുർആൻ ഉറ്റാലോചിക്കുക എന്ന് പറയുന്നത് ചില സമയത്തെങ്കിലും ആളുകളെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഖുർആൻ ഉറ്റാലോചിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവൻ അറബി പഠിക്കുകയും അവന് തഫ്സീറിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാവുകയും വേണം. ഏകദേശ ധാരണ പോരാ, തഫ്സീർ അവൻ പഠിച്ചിരിക്കണം. തഫ്സീർ പഠിക്കാത്ത ഒരുത്തിന് തദബ്ബുർ പ്രയാസമാണ്. മിക്കവാറും അത് അവനെ അപകടങ്ങളിൽ ചെന്ന് ചാടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പരിഭാഷ നോക്കി നിങ്ങൾ തദബ്ബുർ നടത്താൻ തുടങ്ങിയാൽ ഖുർആൻ അള്ളാഹു പറഞ്ഞ ആയത്തും അത് പരിഭാഷയും നിങ്ങൾക്ക് മനസ്സിലായതും ചിലപ്പോൾ ഒരേ കാര്യമായി കൊള്ളണമെന്നില്ല. കാരണം പരിഭാഷകൾക്ക് അതിൻ്റേതായ പോരായ്മ എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ഒരിക്കലും എന്താ പറയുക, തർജുമ ലഫ്ളിയ എന്ന് പറയും. വാക്കിനുള്ള തർജ്ജമ ഖുർആനിന് സാധ്യമല്ല. ഖുർആനിന് ആകെ തർജ്ജമ ചെയ്യാൻ പറ്റുന്ന ആശയം തർജ്ജമ ചെയ്യാൻ പറ്റുമോ? ഖുർആനിൻ്റെ ആശയം പറയാൻ പറ്റും. തർജ്ജമ ഒരിക്കലും ഖുർആനിന് പകരല്ല. അത് അതിൻ്റെ ഒരു ആശയത്തോട് അടുത്ത് നിൽക്കുന്ന വാക്ക്. എന്തിനധികം ഖുർആൻ അറബിയിൽ തന്നെ നേർക്ക് നേരെ ആ വാചകങ്ങൾക്ക് അനുയോജ്യമായ മറ്റൊരു വാക്ക് പുറത്ത് എഴുതാൻ പറ്റില്ല. അറബിയിൽ തന്നെ സാധിക്കില്ല, മറ്റു ഭാഷകൾ എന്തായാലും സാധിക്കില്ല. അപ്പോൾ ഖുർആൻ പരിഭാഷ ഒരിക്കലും ഖുർആനല്ല. അത് ആൾക്കാർ മനസ്സിലാക്കണം. ഖുർആൻ പരിഭാഷ ഒരിക്കലും ഖുർആനല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കുന്നൊരു ചെറിയ കാര്യം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നാട്ടിൽ പലയിടത്തും ഖുർആൻ ക്ലാസ് എന്ന പേരിൽ പരിപാടി ഉണ്ടാകും. എന്നിട്ട് എന്താ ചെയ്യുക, എല്ലാവരും പരിഭാഷയായിട്ട് വരും. ഇന്നേതായത്ത് ഉസ്താദ് പറയും, തുറക്കി എന്നിട്ട് വായിക്കുക. ഒരാൾ വായിക്കുക, ഒരാൾ അർത്ഥം വായിക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്കൊക്കെ ആലോചിക്കാം, ഓരോരുത്തർക്കും ഇപ്പോൾ അതിനെന്താ മനസ്സിലായത്, നീ പറ, പിന്നെ പറ. ഇത് തദബ്ബുറല്ല, ഇത് ഖുർആൻ അതിനെ അവഗണിക്കലാണ്. ഖുർആനിൽ അറിവില്ലാതെ സംസാരിക്കലാണ്. എന്നിട്ട് ഓരോരുത്തരും അവരവർ ചിന്തിച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുക.
ഇത് ഒരിക്കലും തദബ്ബുറല്ല, ഇത് ഖുർആൻ അവഗണിക്കലാണ്. സലഫുകളിൽ പലരും ഖുർആൻ തഫ്സീർ പറയാൻ പേടിച്ചിരുന്നു ഞാൻ. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു ഇങ്ങനെ ഉദ്ദേശിക്കുന്നു എന്ന് അവൻ സീൽ ചെയ്ത് പറയുന്നത് പോലെയാണ് തഫ്സീർ പറയാന്നുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യാൻ അനിവാര്യമായും അറബി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തഫ്സീറിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും ചിലപ്പോൾ ചില കുറിപ്പുകൾ കാണാം, ലേഖനങ്ങൾ കാണാം, ഇതൊക്കെ എഴുതുന്നത് എന്തടിസ്ഥാനം? പരിഭാഷ നോക്കിയിട്ട് ചിന്ത എഴുതാൻ. ഖുർആനിൽ ഈ വാക്ക് ഇത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇതല്ല തദബ്ബുർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 8ാമത്തെ കാര്യം, സാന്ദർഭികമായി പറയട്ടെ, ഖുർആൻ തദബ്ബുർ ചെയ്യാൻ തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് തിന്മകൾ, ഹറാമുകൾ. ഹറാം ജീവിതത്തിലുണ്ടോ ഖുർആൻ കൊണ്ടുള്ള പ്രയോജനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഹറാമുകൾ ഉപേക്ഷിക്കുന്നത് ഖുർആൻ കൂടുതൽ തുറന്നു കിട്ടാൻ സഹായിക്കുന്ന കാര്യമാണ്. 8ാമത്തെ കാര്യം, ഖുർആൻ അമലാക്കുന്നതിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. ഖുർആനിൽ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ കുറവുണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞില്ല, വകാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. എന്താ അവിടുത്തെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഖുർആൻ അനുസരിച്ചാണ് പെരുമാറിയിരുന്നത്, പെരുമാറിയിരുന്ന ഖുർആൻ അനുസരിച്ചാണ്. അപ്പോൾ ഖുർആൻ ജീവിതത്തിൽ പാലിക്കുക. സഹാബികളുടെ ജീവിതത്തിൽ ഇതിന് അനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, അബൂബക്കർ സിദ്ദീഖിൻ്റെ ചരിത്രമാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ വ്യഭിചാരാരോപണം മുനാഫിഖുകൾ പഠിച്ചുണ്ടാക്കി. ആ ആരോപണം ഏറ്റുപിടിച്ച ആളുകളിൽ ഒരാൾ മുസ്തഹ് ഇബ്നു അസാസ എന്ന സഹാബിയായിരുന്നു. അദ്ദേഹം മുനാഫിഖുകളുടെ പ്രചാരണത്തിൽ വീണുപോയ ആളാണ്. മുസ്തഹ് ഇബ്നു അസാസ അബൂബക്കർ സിദ്ദീഖിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ദരിദ്രനാണ്, മുഹാജിറാണ്. 3 കാര്യം. ആൾ ദരിദ്രനാണ്, മുഹാജിറാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നയാളാണ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ കുടുംബക്കാരനുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുള്ള ആരോപണം മുസ്തഹ് അദ്ദേഹം ഇവരുടെ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പറഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അബൂബക്കർ സിദ്ദീഖ് മുസ്തഹിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് മുസ്തഹിനെ സഹായിക്കുന്നുണ്ട്. ഈ ആരോപണം ഏതാണ്ട് 40 ദിവസത്തോളം നീണ്ടു നിന്നതാണ് ഈ പ്രശ്നം, ഹദീസത്തുൽ ഇഫ്ക്. അപ്പോഴൊന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സഹായം നിർത്തിവെച്ചില്ല. അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരുന്നു. നമ്മളാർക്കെങ്കിലും ഇത് സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ അവതരിച്ചു. അത് അവതരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി لا أنفق على مصطح شيئا أبدا بعد الذي قال لعائشة ما قال. ആയിഷയെക്കുറിച്ച് മുസ്തഹ് പറഞ്ഞു പരത്തിയ കാര്യങ്ങൾ, അവൻ ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം ഇനി മുസ്തഹിന് ഞാൻ സഹായം ചെയ്യുന്നതല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് അവതരിച്ചു. സൂറത്തുൻ നൂർ തന്നെ ആയത്തുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം നൽകിയ ആളുകൾ, അവൻ്റെ പക്കൽ നിന്നുള്ള നന്മകൾ ലഭിച്ച ആളുകൾ, അവരൊരിക്കലും അള്ളാഹുവിൻ്റെ പേരിൽ ശപഥം ചെയ്തു പറയാൻ പാടില്ല. എന്തു പറയാൻ പാടില്ല? അവരൊരിക്കലും കുടുംബ ബന്ധത്തിൽപ്പെട്ട മുസ്തഹ് കുടുംബക്കാരനാണ്, ദരിദ്രനായ മുസ്തഹ് ദരിദ്രനാണ്, മുഹാജിറായ മുസ്തഹ് മുഹാജിറുമാണ്. അങ്ങനെയുള്ളവർക്ക് ഞാനിനി ഒന്നും കൊടുക്കുകയില്ല എന്ന് അവർ പറയാൻ പാടില്ല. വൽയഅഫു വൽയസ്ഫഹു, അവർ പുറത്തു കൊടുക്കട്ടെ, അവർ മാപ്പ് നൽകട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ബലാ വല്ലാഹി ഇന്നി ല ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി. അള്ളാഹു തന്നെ സത്യം, അള്ളാഹു എനിക്ക് പുറത്തു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം മുസ്തഹിന് നൽകിയിരുന്ന ദാനം വീണ്ടും നൽകാൻ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ അൻസിഉഹ മിൻഹു അബദൻ, മുസ്തഹിന് ഞാൻ നൽകുന്ന സഹായം ഞാൻ ഒരിക്കലും നിർത്തിവെക്കുന്നതല്ല. അബൂബക്കർ സിദ്ദീഖിൻ്റെ ചരിത്രമാണ്. നമുക്ക് ഖുർആൻ പറയാൻ അനുസരിക്കാം.
ഇതാണ് ഖുർആൻ അമലാക്കുക എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നൊരു വലിയ 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 ചോദ്യമാണ്. ചെറിയ കാര്യമല്ല. നമ്മൾ എത്ര പേർക്ക് സാധിക്കും? ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ, ആ തെറ്റുകളുടെ സന്ദർഭത്തിൽ വരെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ വന്നെത്തും. നീ ഖുർആനിലോതി ഇന്ന ആയത്തില്ലേ, നമുക്ക് പിന്മാറി നിൽക്കാൻ സാധിക്കാറുണ്ടോ? ആ ആയത്ത് നമ്മുടെ മനസ്സിലല്ലേ? അള്ളാഹു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ മുസ്ലിമിൻ്റെ ഹൃദയത്തിലും അള്ളാഹുവിൻ്റെ ഒരു വാഇദുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഏതെങ്കിലും തിന്മയിലേക്ക് പോകുമ്പോൾ ആ തിന്മയെ എതിർക്കുന്ന ആയത്ത് നിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കേൾക്കുന്നത്, ഒരാളത് പറഞ്ഞു തരുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ആയത്തുണ്ട്, അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ആയത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ നീ ചെയ്യാനിറങ്ങി പുറപ്പെടുന്ന കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ നിനക്ക് സാധിക്കാറുണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ഒരു തിന്മ ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയ നിൻ്റെ ഹൃദയത്തിലേക്ക് വരാവുന്ന ഒരു ചിന്ത ഇന്നല്ലാഹ സമീഅ ഇന്നല്ലാഹ ബസീറുൻ ബിമാ തഅമലൂൻ. നീ പ്രവർത്തിക്കുന്ന അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നീ പ്രവർത്തിക്കുന്ന അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും വരില്ലേ? അപ്പോൾ അത് നിർത്തിവെക്കാൻ നമുക്ക് സാധിക്കലുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു അടിമ സ്ത്രീയെ അവർ എന്തോ ഒരു അബദ്ധം, വീട്ടിൽ എന്തോ ഒരു കാര്യം ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം ദേഷ്യം പിടിച്ചു. ദേഷ്യം, കടുത്ത ദേഷ്യമുണ്ടായി. ഈ സ്ത്രീ അപ്പോൾ ഖുർആനിൽ ആയത്ത് ഓതി, വൽകാദിമീന അൽ ഗൈദ വൽആഫീന അനിൻ നാസ്. വൽകാദിമീന അൽ ഗൈദ, അവർ ദേഷ്യം കടിച്ചു പിടിക്കുന്നവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം അദ്ദേഹം പിടിച്ചു നിർത്തിയതാണ്. വൽആഫീന അനിൻ നാസ്, തൊട്ടടുത്ത ആയത്ത് എന്താ? അതിന് തൊട്ടടുത്ത വാക്ക് എന്താ? വൽആഫീന അനിൻ നാസ്, പുറത്തു കൊടുക്കുന്നവരാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് പുറത്തു വന്നിരിക്കുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആയത്തിൻ്റെ ബാക്കി എന്താ? വൽകാദിമീന അൽ ഗൈദ വൽആഫീന അനിൻ നാസ് അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ആയത്തിൻ്റെ ബാക്കി എനിക്ക് ഓർമ്മയിട്ടുണ്ട്. അള്ളാഹു മുഹ്സിനീങ്ങൾ, നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ അർത്ഥത്തിലെന്തോ ആയത്തിൻ്റെ ബാക്കി ഓർമ്മയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ഒരായത്ത് വകാന വഖാഫൻ അലാ കിതാബില്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. വകാന വഖാഫൻ അലാ കിതാബില്ലാഹ്. കിതാബ് ഖുർആൻ എന്ത് പറഞ്ഞു? വഖാഫ്, അവിടെ നിൽക്കുന്നവനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളൊന്ന്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റാൻ വേണ്ടി അങ്ങേറ്റം ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് ആ കാലഘട്ടം താബിഈങ്ങൾ പറയാൻ, ഇബ്നു ഉമർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ പിൻപറ്റുന്നത് കണ്ട് ചിലർക്ക് അദ്ദേഹത്തിന് ബുദ്ധിക്കെന്തോ തകരാറുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ അത്ര സൂക്ഷ്മമായി അദ്ദേഹം പിൻപറ്റാൻ ശ്രമിക്കുമായിരുന്നതാണ്. ഇത് കണ്ടിട്ട് ചില ആളുകൾക്ക് ഇബ്നു ഉമറിൻ്റെ തലക്കെന്തോ കുഴപ്പമുണ്ടോ എന്ന്, വല്ലാഹി ഹദീസിലെ വാക്ക് അങ്ങനെയാണ്, ഇബ്നു ഉമറിൻ്റെ ബുദ്ധിക്കെന്തോ പ്രശ്നമുണ്ടോ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ടായിരുന്നു. സഹാബികൾ അവർ എങ്ങനെയായിരുന്നു കിതാബിനെ സ്വീകരിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്ത്. സ്ത്രീകളെ ശ്രദ്ധിക്കുക. ആയിഷ ബി പറയുന്നു, യർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്ത്. മുഹാജിറുകളെ സ്ത്രീകൾക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. ഒരിക്കൽ ആയിഷ ബിയുടെ അരികിൽ ഖുറൈശികൾ അവരിൽപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആയിഷ ബി പറഞ്ഞ വാക്കാണിത്. ചില രൂപത്തിൽ അങ്ങനെ കാണാം. അവർ പറഞ്ഞു, ഖുറൈശികൾക്ക് അവരുടെ ശ്രേഷ്ഠതയുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിക്കുന്നതിൽ ഇത്രമാത്രം തിരക്ക് കൂട്ടുന്ന, അതിന് ഇത്രമാത്രം ശ്രദ്ധയുള്ള മറ്റൊരു സ്ത്രീകളെ, അൻസാരികളെക്കാൾ ഞാൻ കണ്ടിട്ടില്ല. അവരെന്താണ് ചെയ്തത്? അവർ അള്ളാഹുവിൻ്റെ കിതാബിൽ ആയത്ത് അവതരിച്ചു. എന്തായത്ത്? വലിയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവർ അവരുടെ ഖിമാർ അവരുടെ മാറത്തേക്കിടട്ടെ, അവരുടെ മുഖം മറക്കട്ടെ, അവരുടെ ശരീരം മറക്കട്ടെ എന്ന ആയത്ത് അവതരിച്ചു. ഈ ആയത്ത് അവതരിച്ചതോടുകൂടി നോക്കണം നിങ്ങൾ, അവരുടെ കയ്യിൽ വസ്ത്രം അങ്ങേയറ്റം കുറവായിരുന്നു. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഒരു ഹദീസിൽ അവിടുന്ന് ചോദിച്ചതായി കാണാം. സഹാബിയോട് ചോദിക്കാൻ, കാരണം സഹാബികൾ ചില നിസ്കരിക്കാൻ വന്നിരുന്നത് ഒരു തുണി എടുത്തിട്ടാണ്, ഒരൊറ്റ തുണി, പൊക്കിൾ മുതൽ മുട്ട് വരെ മറയും, വേറെ ഒന്നും മുകളിൽ വസ്ത്രമില്ല. അവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലും മുകളിൽ വസ്ത്രമില്ലാതെ നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അവിടുന്ന് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറയും, നിങ്ങൾക്ക് 2 വസ്ത്രം ഉണ്ടെങ്കിൽ അതിലൊന്നും ഒരാൾക്ക് എടുത്തു വെച്ചുകൂടെ വെള്ളിയാഴ്ചക്ക് വേണ്ടി? 2 വസ്ത്രം. അവരുടെ കയ്യിൽ വസ്ത്രമില്ല. സഹാബികൾ ചില ഹദീസിൻ്റെ സഹദിനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല, പറയപ്പെട്ട ചരിത്രങ്ങളിൽ ഒന്നാണ്
അവരിൽ ചിലർ നിസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോകുമായിരുന്നു. അവരുടെ ഭാര്യയ്ക്ക് ആ വസ്ത്രം ആവശ്യമാണ് മറച്ച് നിസ്കരിക്കണമെങ്കിൽ. അത്രയും പ്രയാസത്തിലായിരുന്നു അവരിൽ പലരും ഉണ്ടായിരുന്നത്. അള്ളാഹു ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചു, നിങ്ങൾ ശരീരം മറക്കണം. ഫശഖഖ്ന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ. അവർ തങ്ങളുടെ വീട്ടിലെ വിരിപ്പുകൾ മുറിച്ചു കളഞ്ഞു. എന്നിട്ടത് അവരുടെ വസ്ത്രത്തിലേക്ക് തുന്നിച്ചേർത്ത് അവരുടെ ശരീരം മൂടി. വസ്ത്രമില്ലാത്ത ആളുകളോട് കൽപ്പന പറഞ്ഞപ്പോൾ അവർ സ്വീകരിക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു സ്ത്രീ അവളുടെ വസ്ത്രത്തിന് മുകളിൽ വീട്ടിൽ വിരിപ്പായി ഉപയോഗിക്കുന്നൊരു വസ്ത്രം കെട്ടിത്തുന്നിയാൽ അതിൻ്റെ കോലം എന്തായിരിക്കുമെന്ന്. അത് അവർക്ക് പ്രയാസമുണ്ടായില്ലാണ്. ഇന്ന് ആളുകൾക്ക് വസ്ത്രത്തിന് എന്ത് പ്രയാസമാണുള്ളത്. അപ്പം ഖുർആൻ അമലാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നത് ചെയ്യാന്നുള്ളതാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 9ാമത്തെ കാര്യം ഹജ്റു തഹാകുമി ഇലൽ ഖുർആൻ. ഖുർആനിലേക്ക് വിധി തേടി പോകുന്നത് അവഗണിക്കുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഖുർആനിനെ അനുസരിക്കാൻ മടി കാണിക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക, നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ പണ്ഡിതന്മാർ ഭരണാധികാരികൾ അനുസരിക്കുക. വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. എന്നാൽ നിങ്ങൾക്കൊരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിധി തേടി വരണം, അള്ളാഹുലേക്കും എൻ്റെ റസൂലിലേക്കും. ശരി, ഖുർആനിലേക്കും സുന്നത്തിലേക്കും എന്തൊക്കെ കാര്യങ്ങൾ വിധി തേടണം? എല്ലാ കാര്യത്തിലും വിധി തേടണം. എൻ്റെ വ്യക്തിപരം, കുടുംബപരം, സാമൂഹികം, രാഷ്ട്രീയം, ഭരണപരം, ഇബാദത്തുകൾ, വിശ്വാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് മടക്കണം. കിതാബും സുന്നത്തുമാണ് അവസാന വാക്ക്. സയൻസ് ഇങ്ങനെ പറയുന്നു, സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായം ഇതാണ്. ഖുർആനിൽ സയൻസിലെ സ്ഥിരപ്പെട്ട പ്രാപഞ്ചികമായ ഒരു വസ്തുതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ഖുർആനിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല, അത് വേറെ കാര്യം. പക്ഷേ വിചാരിക്കുക, ലോകത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒരു കാര്യം പറയുന്നു, വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമാണ് അവരുടെ വാക്ക് എങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷ നേരത്തേക്ക് അവൻ സംശയിക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞാണ് ഹക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഹക്ക്, അതിനപ്പുറത്ത് ഹക്കില്ല, അതിനപ്പുറത്ത് സത്യമില്ല. വമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. സത്യത്തിന് ശേഷം അതിന് പുറത്തുള്ളതെല്ലാം ളലാലത്താണ്, വഴികേടാണ്. ഖുർആനിലും സുന്നത്തിലുമാണ് പരിശുദ്ധമായ ഹക്കുള്ളത്. അതിന് പുറത്തുള്ളതിൽ ഹക്കുണ്ടായേക്കാം, പക്ഷേ ആ ഹക്ക് ഒരിക്കലും ഖുർആൻ സുന്നത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ഹക്കല്ല. അപ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിധി തേടി വരിക എന്നത് വളരെ ഗൗരവപ്പെട്ടതാണ്. ഉദാഹരണത്തിന് വ്യഭിചാരിയെ എന്ത് ചെയ്യണം? അടിക്കണം. വിവാഹിതയ വ്യഭിചാരിയാണെങ്കിലോ എറിഞ്ഞു കൊല്ലണം. അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ബഹുഭാരത്വം ഇസ്ലാം കൽപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഖുറൈശികളിൽപ്പെട്ട ഒരു സ്ത്രീ, മഖ്സൂമിയക്കാരിയായ ഒരു സ്ത്രീ മോഷണം നടത്തി. മഖ്സൂമിയക്കാരിയായ ഒരു സ്ത്രീ മോഷണം നടത്തി. ഇപ്പോൾ ഖുറൈശികൾ അവർക്ക് ഈ മോഷണം വലിയ നാണക്കേടായി, ഈ സ്ത്രീയുടെ കൈ ഛേദിക്കപ്പെടും. അപ്പോൾ അവർ കൂടിയാലോചിച്ചു, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷപ്പെടുത്തണം. ആരോട് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യമൊന്ന് അവതരിപ്പിക്കാൻ ആരുണ്ട്? അവർ പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് ഉണ്ട്. ആരാണ് ഉസാമത്ത് ബിൻ സെയ്ദ്? സെയ്ദിൻ്റെ മകനാണ്. സെയ്ദ് ആരാണ്? ഹിബ്ബു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നോമന വളർത്തുപുത്രനാണ്. അവിടുന്ന് വളർത്തിക്കൊണ്ടുവന്ന മകന്, അവിടുന്ന് നോക്കി വളർത്തിയ ആളാണ്. സെയ്ദിൻ്റെ മകനാണ് ഉസാമ. ഉസാമയോട് പറയും, ഉസാമയെ റസൂലിന് അത്ര പ്രിയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ ഉസാമയോട് കാര്യം പറഞ്ഞു. ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, തശ്ഫഉ ഫി ഹദ്ദി മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിയുടെ കാര്യത്തിലാണോ നീ ശഫാഅത്ത് പറയുന്നത്, നീ ശുപാർശ പറയുന്നത്? സുമ്മ ഖാമ ഫഖ്തതബ്, അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം ആരംഭിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ അഹ്ലകല്ലദീന ഖബ്ലകും അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിമു ശരീഫു തറകൂഹ്. നിങ്ങളുടെ മുൻപുള്ള ആളുകൾ അവരെ നശിപ്പിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവരുടെ കൂട്ടത്തിൽ പ്രമാണിയായ ഒരാൾ മോഷണം നടത്തിയാൽ അവരയാളെ വെറുതെ വിടും. وإذا سرق فيهم الضعيف أقاموا عليه الحد. ദുർബലനായ ഒരുത്തനാണെങ്കിലോ
അവൻ്റെ കാര്യത്തിൽ അവർ ശിക്ഷ നടപ്പിലാക്കും. വൈമുല്ലാഹ്, അള്ളാഹു തന്നെ സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹ. അള്ളാഹു തന്നെ സത്യം, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നത് എങ്കിൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുന്നതാണ്. അതിന് ആ സമയത്തെ പറഞ്ഞു, ആ വാക്കപ്പ് പറഞ്ഞ വാക്കാൻ. അള്ളാഹുവിൻ്റെ കിതാബിന് മുൻപിൽ ഒരാളുമില്ല. എത്ര അടുത്തവനാകട്ടെ അകന്നവനാകട്ടെ ഒരാളും ഇല്ല. ഏതു കാര്യത്തിലും പിന്നെ ചില ആളുകൾ പറയാൻ തുടങ്ങി പലിശ ഒന്നും ഇല്ലാതൊന്നും അതൊക്കെ പണ്ട് കാലത്തെ ഇപ്പം നടക്കും. അതല്ലെങ്കിൽ സ്ത്രീകൾ മിക്സിങ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ പഴയ കാലം, ഇപ്പം അത് നടക്കില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പറ്റുള്ളൂ. ഏത് കാര്യത്തിലും ഇന്ന് കാലത്ത് അത്ഭുതങ്ങളിലൊന്നാണ് മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തനിച്ച നിരീശ്വരവാദ പാർട്ടികളിൽ പോയി ചേരാന്നുള്ളത്. എന്നിട്ട് മുസ്ലിമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യാന്നുള്ളത്. ഖുർആനിനെ അംഗീകരിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന് വിരുദ്ധമാകുന്ന ഒന്നും അവന് സ്വീകരിക്കാൻ പറ്റില്ല. അത് എന്ത് കാര്യത്തിലാണെങ്കിലും. ചില ആൾക്കാർ എന്നിട്ട് ചെയ്യും, എന്താ പറയുക, എല്ലാത്തിനും മുകളിൽ അവർ ഇസ്ലാമിൻ്റെ പേരും കൂടി വെക്കും, ഫെമിനിസം. അപ്പോൾ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഖലാസ്, പ്രശ്നം കഴിഞ്ഞു. ഫെമിനിസം ഇസ്ലാമിന് വിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണത്, ഘടകവിരുദ്ധമാണത്. ഫെമിനിസം സ്ത്രീകളോട് ചെയ്യുന്ന അതിക്രമം അതൊരു ഭാഗത്ത്, പക്ഷേ അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. ആരെല്ലാം അത് ചില ആൾക്ക് പിന്നെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ഫെമിനിസ്റ്റ് അല്ല, അതിൽ ചില കാര്യങ്ങൾ മാത്രമുള്ളൂ. ഒരു കാര്യവും ഇസ്ലാമിന് അനുയോജ്യമായത് ഫെമിനിസം പുറത്തു കൊണ്ടുവന്ന പുതുതായി കൊണ്ടുവന്ന ഒരു കാര്യവും ഇസ്ലാമിന് അനുയോജ്യമായതായിട്ടില്ല. അതേപോലെ തന്നെ കമ്മ്യൂണിസം, സോഷ്യലിസം, ആളുകൾ പറയുന്ന കാര്യങ്ങൾ സോഷ്യലിസം, അതൊക്കെ ഇസ്ലാം പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. സോഷ്യലിസം പിന്നെ സോഷ്യലിസം കൊണ്ടുവന്ന് പിന്നെ ഇസ്ലാമിനെ സ്വീകരിച്ചാൽ പോരെ. സോഷ്യലിസം പിന്നെ പഴയ ഇസ്ലാമിലുള്ള കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാ പുതിയത് കൊണ്ടുവന്നത്? സൂഫിയാക്കളോട് പണ്ഡിതന്മാർ ചോദിച്ച കാര്യമാണ്. സൂഫിസം എന്നത് ഇസ്ലാം ആണെങ്കിൽ നമുക്ക് ഇസ്ലാം മതി, പിന്നെ സൂഫിസത്തിൻ്റെ ആവശ്യമില്ല. സൂഫിസം എന്നത് ഇസ്ലാമിലില്ലാത്ത പുതിയതായി നിങ്ങൾ കൊണ്ടുവന്ന എന്തെങ്കിലും രീതിയാണെങ്കിൽ ഇസ്ലാമിന് പുറത്തുള്ളതെല്ലാം ബാത്തിലാണ്, നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിസവും മാർക്സിസവും സോഷ്യലിസവും ലിബറലിസവും സെക്യുലറിസവും ഫെമിനിസവും ഈ കാലം. അതേപോലെ തന്നെ ഇൻസാനിയ എന്ന പേരിൽ, ഹ്യൂമനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യം. ഇത് പഴച്ച വിശ്വാസങ്ങൾ. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ എന്താ? മതമൊന്നും വേണ്ട, മനുഷ്യനായാൽ മതി. മനുഷ്യനായാൽ മതി. മനുഷ്യനല്ലേ ആൾക്കാരെ കൊന്നത്? മനുഷ്യനല്ലേ ആൾക്കാരെ അതിക്രമം കാണിച്ചത്? അനക്ക് മൃഗമായിട്ടാ? മനുഷ്യനായിട്ട് തന്നെയല്ലേ ചെയ്തത്? അത് യഥാർത്ഥത്തിൽ വിശ്വാസമാണ്. ഹ്യൂമനിസം എന്നത് പ്രത്യേക വിശ്വാസമാണ്. ഇംഗ്ലണ്ടിലോ മറ്റോ രൂപം കൊണ്ട്, യൂറോപ്പിൽ രൂപം കൊണ്ട വിശ്വാസങ്ങളൊന്നാണ് ഹ്യൂമനിസം എന്നത്. അവർ പറഞ്ഞു എല്ലാവരും തമ്മിൽ സ്നേഹിച്ചാൽ മതി, മനുഷ്യൻ എന്ന അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിക്കണം. മനുഷ്യനായാൽ മതി. നീ എന്ത് മനുഷ്യനായാൽ മതി? മുസ്ലിമാണ്. അള്ളാഹുവിനെ അംഗീകരിക്കാതെ ഈ മനുഷ്യനായിട്ട് ഒരു കാര്യമില്ല. അള്ളാഹുവിന് നിന്നെ പടച്ച റബ്ബിനോട് ധിക്കാരം കാണിച്ചതിന് ശേഷം നീ മനുഷ്യനാണെന്നൊരു കാര്യം, നീ മനുഷ്യനല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ. ആയത്ത് അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അവർ മൃഗങ്ങളെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശം അവസ്ഥയിലാണ്. മനുഷ്യനായ പോരാ, മുസ്ലിം എന്നാവണം. ഒരാൾ വിജയിക്കണമെങ്കിൽ, പരലോകത്ത് വിജയിക്കണമെങ്കിൽ, ദുനിയാവിൽ അവൻ വിജയം നേടണമെങ്കിൽ മുസ്ലിമാവണം, മനുഷ്യനായ പോരാ. മനുഷ്യനാണ് എങ്കിൽ, അവൻ യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അവൻ ഇസ്ലാം അംഗീകരിക്കുന്നവനായിരിക്കും. ഇത് പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രയാസം വേണ്ടതില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനിൽ ഹക്കല്ലാത്തൊരു കാര്യമുള്ളതായി നമ്മൾ കാണുന്നില്ല. ഇത് ഹക്കാണെന്ന് ഉറച്ച വിശ്വാസം കൊണ്ടാണ് നമ്മളിത് അംഗീകരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റേത് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ജനങ്ങൾക്കാണ് അധികാരം, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ള ദൈവത്തിന്. ഈ ജനാധിപത്യ ചിന്തകൾ പറയുന്ന ആളുകൾ പറയുന്നത് എന്താ? സീസറിനുള്ള സീസർ രാജ്യത്തിൻ്റെ ഭരണം അത് സീസർ. എന്നാൽ പള്ളിയിൽ പോയിരിക്കലും മറ്റേ അതൊക്കെ ദൈവത്തിനുള്ള സീസറിന്. അത് ഇസ്ലാമിലില്ല. എല്ലാം അള്ളാഹുവിനുള്ളതാണ്. എങ്ങനെ ഭരിക്കണം അള്ളാഹുവിന് തീരുമാനിക്കേണ്ടത്, ജനങ്ങൾ തീരുമാനിക്കേണ്ടതല്ല. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എങ്ങനെ ഭരിക്കണം, എങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കണം, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് കീഴിലാണ്. അതിൽ ഒരു കാര്യവും പുറത്തു പോകുന്നില്ല. ഇന്ന് കാലത്ത് ചില ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുക എന്നുള്ളത്. കമ്മ്യൂണിസം ജയിക്കേണ്ടത്. ചില ആൾക്കാർ പറയുന്നതാണ് അവന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് അതൊക്കെ പോരാ. എന്താ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്? സ്റ്റാലിൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണോ? കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന സ്റ്റാലിൻ. ലെനിൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണോ? ലക്ഷക്കണക്കിന് ആൾക്കാരെ, കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ മാവോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണോ? എത്രയോ മനുഷ്യന്മാരെ ചൈനയിൽ പട്ടിണിട്ട് കൊന്ന് നശിപ്പിച്ച മാവോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണോ?
പാർട്ടിൻ്റെ ഏറ്റവും വലിയ ലോകോത്തര സെക്രട്ടറി ആയ അവനൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ല, പിന്നെ നീയാണോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളത്? എന്താ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന പ്രയോഗങ്ങളൊന്നാണ് യഥാർത്ഥ സഖാവ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഇസ്ലാമിൽ മുസ്ലിം ആവുക എന്നതാണ് പ്രോത്സാഹനം നൽകപ്പെട്ട കാര്യം. അതിന് മാത്രമേ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യത ഉള്ളൂ, അതിന് പുറമേയുള്ളത് സ്വീകാര്യതയില്ല. അപ്പോൾ ഖുർആനിലേക്ക് തഹാക്കും നടത്തുക എന്ന് നിർബന്ധമാണ്. 9ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം. 10ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിലെ രോഗങ്ങൾക്ക് ചികിത്സയാണ്, ശരീരത്തിലെ രോഗങ്ങൾക്ക് ചികിത്സയാണ്. ഒരാൾ ചികിത്സയുടെ ഭാഗമായി തീർത്തും ഭൗതികമായ കാര്യങ്ങൾ മാത്രം അവലംബിക്കുക എന്നത് ഖുർആൻ അവഗണിക്കലാണ്. രോഗങ്ങളുണ്ടായാൽ ഹൃദയത്തിലുള്ള രോഗമാകട്ടെ, ഹൃദയത്തിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കൊളസ്ട്രോൾ പോലത്തെ രോഗമല്ല, മറിച്ച് ബിദ്അത്തുകൾ, അതല്ലെങ്കിൽ ഹറാമുകളുള്ള താല്പര്യം, അതൊക്കെ ഹൃദയത്തിൻ്റെ രോഗമാണ്. അതുപോലെ ശൈത്താൻ, പിശാച്, ജിന്നുബാധ കൊണ്ട് സംഭവിക്കുന്ന രോഗങ്ങൾ, ഇത്തരം രോഗങ്ങൾ ഇത് ഖുർആൻ അതിനുള്ള ചികിത്സയാണ്. അതുപോലെ തന്നെ ശരീരത്തിന് രോഗം ബാധിച്ചാലും അതുപോലെ തന്നെ മനസ്സിന് ബാധിക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും ഇത് ഖുർആൻ കൊണ്ട് ചികിത്സിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു ഖുർആൻ പറഞ്ഞതുപോലെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നാം ഷിഫാ ഇറക്കിയിട്ടുണ്ട്. ഷിഫാ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഷിഫാ എന്നാണ് എന്താ അർത്ഥം? എന്താ ഷിഫാ എന്നതും ദവാ എന്നതും തമ്മിൽ വ്യത്യാസം? ദവാ കേട്ടില്ല നിങ്ങൾ? ദവാ എന്നാണ് മരുന്ന്, ഷിഫ എന്ന് പറഞ്ഞാലോ രോഗശമനം. എന്താണ് അടുത്ത വ്യത്യാസം? ആ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ രോഗം മാറിയേക്കാം, മാറാതിരുന്നേക്കാം, മരുന്ന് കാരണം മാത്രം. പക്ഷെ അള്ളാഹ് ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഷിഫ എന്നാണ്, മരുന്ന് എന്നല്ല. ഇത് ഷിഫ ആണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ രോഗങ്ങൾക്കുള്ള ഷിഫ ആണ്. അതിൻ്റെ അർത്ഥം ഭൗതികമായ ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്നതെന്നല്ല, അത് ഉപയോഗപ്പെടുത്തുക, പക്ഷേ ഖുർആനിനെ അവഗണിക്കുക എന്നത് അവരുടെ സംഭവിക്കാൻ പാടില്ല. ഇതാണ് വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സഹോദരങ്ങളെ, ഖുർആൻ അതിൻ്റെ ഗൗരവം, ഖുർആനിനെ അങ്ങേയറ്റം സേവിച്ച പണ്ഡിതന്മാർ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം അവസാന കാലത്ത് പറഞ്ഞിരുന്ന മരിച്ച ജയിലിലാണ്, അദ്ദേഹത്തോട് അനീതി ചെയ്ത്. ഇബ്നു തൈമിയ്യ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറയുമായിരുന്നെന്നാണ്, ഞാൻ കൂടുതൽ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ, കാരണം അദ്ദേഹം ജയിലിലായപ്പോൾ കിതാബൊന്നുമില്ല, ഖുർആനാണുള്ളത്. ഇസ്ലാം ഇത്രയധികം സേവനങ്ങൾ ചെയ്തൊരു പണ്ഡിതൻ മരിക്കുന്ന സമയത്ത് ഖേദിക്കാം, ഖുർആൻ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. എത്രയോ ഉലമാക്കൾ, അവർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, എത്ര കിതാബുകൾ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പിന്നീട് ആഗ്രഹിച്ചിരുന്നു എന്നാണ്. കാരണം എത്ര രുചിച്ചാലും മധുരം അവസാനിക്കാത്ത, എത്ര നുകർന്നാലും അവസാനിക്കാത്ത അള്ളാഹു അവതരിപ്പിച്ച അത്ഭുതങ്ങളിലൊന്നാണ് ഈ ഗ്രന്ഥം. എത്ര ഓതിയാലും, എത്ര പഠിച്ചാലും, എത്ര കേട്ടാലും നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര നമ്മൾ ചില സൂറത്തിലേക്ക് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ ഓതിയത് നമ്മൾ കുറേ തവണ കേൾക്കും, പിന്നെ വേറെ ആൾ ഓതുമ്പോൾ അതിൻ്റെ ഭംഗി എത്ര വ്യത്യാസപ്പെടുന്നു. ഒരേ വാക്കണി ഓതുന്നത്. ഒരു പാട്ട് ഒരാളുണ്ടാക്കിയാൽ അതിനൊരു സംഗീതം ചിട്ടപ്പെടുത്തിയാൽ അത് ഒരേപോലത്തെ തന്നെ, ഒരേ സൗണ്ടിൽ തന്നെ, ഒരേപോലെ തന്നെ പാടിക്കൊണ്ടിരിക്കണം. അതിലൊരു ചെറിയ വാക്ക് അങ്ങോട്ടും കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ പോയി, എല്ലാം തെറ്റിപ്പോയി. പക്ഷേ എത്ര ശബ്ദമുള്ളവർ, എത്ര എല്ലാം രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഓതുന്നത്, എന്നിട്ട് അതിൻ്റെ ഭംഗി അവസാനിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇത് എത്ര കാലമായി, 1400 വർഷങ്ങൾ ഒരു ഗ്രന്ഥം. സുബ്ഹാനല്ലാഹ്, എത്ര തഫ്സീറുകൾ എഴുതപ്പെട്ടു. ആൾക്കാർ പറയുന്നത് ഇത്രയും എഴുതിയില്ലേ, ഇനി എന്തിനാണ് തഫ്സീർ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. വാളിക്കണക്കിന് തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉള്ള പാഠങ്ങൾ അവസാനിക്കുന്നില്ല. എന്തൊരു അത്ഭുതമാണ് ഈ ഗ്രന്ഥം. എങ്ങനെയാണ് ഒരാൾക്ക് ഇത് അവഗണിക്കാൻ സാധിക്കുന്നത്? സഹോദരങ്ങളെ, ഖുർആൻ അതിൻ്റെ ആളുകളാവുക, ഖുർആന് വേണ്ടി നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.